റെസണൻസ് ദ സ്റ്റഡി സ്പോട്ടിന്റെ തുല്യതാ ക്ലാസ്സിലേക്ക് എല്ലാ പഠിതാക്കൾക്കും സ്വാഗതം. Resonance the study spot. ഈ ഒരു വീഡിയോയില് നമ്മൾ ചെയ്തിരിക്കുന്നത് കെമിസ്ട്രിയുടെ ഒറ്റമൂലിയാണ്. അതായത് നമ്മുടെ ചോദ്യ പേപ്പറിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അതിൽ വന്ന ടോപ്പിക്കുകളും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മുടെ ഈ കെമിസ്ട്രി ഒറ്റമൂലിയുടെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പം എല്ലാ തുല്യത SSLC എഴുതുന്ന പഠിതാക്കൾക്കും എന്ത് ചെയ്യുക, ഈ കെമിസ്ട്രി ഒറ്റമൂലി എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ് ഫുള്ളായിട്ട് ഇരുന്ന് കാണുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട്, നമ്മുടെ ഗ്രൂപ്പിലും ചോദിക്കാവുന്നതാണ്. അപ്പം റെസൊണൻസ് ദി സ്റ്റഡി സ്പോട്ട് എന്ന ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പോയി കാണുക. നല്ല പോലെ പഠിച്ച് നമ്മുടെ എക്സാം നമുക്ക് എന്ത് ചെയ്യാം, പാസ്സാവാം അല്ലേ? നല്ല പഠിച്ച് നല്ല മാർക്കോടെ നമുക്ക് പാസ്സാവണം. അപ്പം ഇത്തവണ എഴുതുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ഈ ക്ലാസ് കണ്ടു എന്നും ഉറപ്പ് വരുത്തേണ്ടത് ആവശ്യമാണ്. ഈ ക്ലാസ് കണ്ടാൽ എന്താണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും 30 മാർക്കിൻ്റെ ചോദ്യപേപ്പറിൽ ഏകദേശം ഒരു 20 മാർക്ക് ഉണ്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പിക്കുക. നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്ന് ഉറപ്പാണ്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം അല്ലേ? അപ്പം കെമിസ്ട്രി ഒറ്റമൂലിയുടെ ക്ലാസ്സാണ്, ഒറ്റമൂലി എന്നൊരു ക്ലാസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 7 ചാപ്റ്റർ, കെമിസ്ട്രിയിൽ 7 ചാപ്റ്റർ ആണുള്ളത്. ആ എല്ലാ ചാപ്റ്ററും കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാ ചാപ്റ്ററിലും ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാത്തവർ തുടങ്ങുക. ഇപ്പോഴെങ്കിലും തുടങ്ങിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലാസ്സിൽ നമുക്ക് എക്സാമിൽ മാർക്കൊക്കെ നേടാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ക്ലാസ്സിലേക്ക് പോവുക അല്ലേ? അപ്പോൾ റെസൊണൻസ് ദ സ്റ്റഡി സ്പോട്ടിൻ്റെ ചാനൽ എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റത്തെ ചാപ്റ്റർ ഏതായിരുന്നു? ആറ്റം, തന്മാത്ര, മോൾ സങ്കല്പനം എന്നാണ് ഫസ്റ്റത്തെ ചാപ്റ്റർ. അപ്പോൾ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ടോപ്പിക്കാണ് ഐസോടോപ്പുകൾ. ഈ ഐസോടോപ്പുകളുടെ ചോദ്യ പേപ്പർ ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് എന്നുള്ളത് വിരളമാണ്. അതായത് അത്രയും ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ ഐസോടോപ്പുകളെ കുറിച്ചിട്ട് ആര് ചോദിച്ചിട്ടുണ്ട്, കെമിസ്ട്രിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഐസോടോപ്പുകൾ എന്താണെന്ന് അറിയണം. കൂടാതെ ഐസോടോപ്പുകളുടെ ഉദാഹരണങ്ങൾ എന്തായാലും നമ്മൾ പഠിച്ചിട്ട് പോകണം. അപ്പം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഒരു മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളിൽ വ്യത്യസ്ത എണ്ണം ന്യൂട്രോണുകൾ, അതാണ് നമ്മുടെ ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആറ്റത്തിന് അതിൻ്റെ വ്യത്യസ്ത എണ്ണം ന്യൂട്രോണുകളും കൂടി ഉണ്ടെങ്കിൽ അവയാണ് ആ ആറ്റത്തിൻ്റെ ഐസോടോപ്പുകൾ എന്ന് നമ്മൾ പറയുന്നത്. കൂടാതെ ഈ ഒരു ഐസോടോപ്പുകൾക്ക് ഒരേ ആറ്റോമിക് സംഖ്യയും വ്യത്യസ്ത മാസ് സംഖ്യയുമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ എന്താണ് ഉദാഹരണങ്ങൾ നോക്കിക്കേ. ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ നോക്കുകയാണെങ്കിൽ ഒന്നാണ് ഡ്യൂട്ടീരിയം. എന്താണ് ഡ്യൂട്ടീരിയം? ഒന്നാണ് ട്രിഷ്യം. ഇപ്പം പേര് മറന്നു പോയത്, ഹൈഡ്രജൻ, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഹൈഡ്രജൻ, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഈ ഡ്യൂട്ടീരിയത്തിന് ഒരു ന്യൂട്രോണും കൂടി കൂടുതലുണ്ടാവും. അപ്പം അതിൻ്റെ ഷെല്ലിൽ എന്താണ്, ഒരു ന്യൂട്രോണും കൂടി കൂടുതലുണ്ട്. ട്രിഷ്യത്തിൻ്റെ കേസിലാണെങ്കിൽ എന്താണ്, അതിൻ്റെ ന്യൂക്ലിയസിൽ എന്താണ്, ഒരു 2 ന്യൂട്രോണാണ് കൂടുതലുള്ളത്. അപ്പം ഹൈഡ്രജൻ്റെ കേസിൽ നമുക്കറിയാം ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും ഉള്ളൂ ഹൈഡ്രജനിൽ. ഡ്യൂട്ടീരിയത്തിലേക്ക് വരുമ്പം ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും വരുന്നു. ട്രിഷ്യത്തിൻ്റെ കേസിലാണെങ്കിൽ ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും 2 ന്യൂട്രോണും. അപ്പം ന്യൂട്രോണിൻ്റെ എണ്ണത്തിലാണ് വ്യത്യാസം വന്നത്. അതുകൊണ്ടാണ് മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളിൽ വ്യത്യസ്ത എണ്ണം ന്യൂട്രോണുകൾ എന്ന് പറയുന്നത്. അപ്പം ഐസോടോപ്പ് എന്ന് പറയുന്നത് തന്നെ ന്യൂട്രോണിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരികയാണെങ്കിലാണ് ഇതിനെ ഐസോടോപ്പുകൾ എന്ന് നമ്മൾ പറയാം. അപ്പം അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. ഇനി വേറൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ കാർബൺ 12, കാർബൺ 13, കാർബൺ 14. അതിൽ നോക്കിയേ, താഴെ കൊടുത്തിട്ടുണ്ട്. ന്യൂട്രോണിൻ്റെ എണ്ണത്തിലാണ് അവയിൽ വ്യത്യാസം വരുന്നത്. കാർബൺ 12 12നാണെങ്കിൽ 6 ന്യൂട്രോൺ, കാർബൺ 13നാണെങ്കിലോ 7 ന്യൂട്രോൺ ഉണ്ട്, കാർബൺ 14നാണെങ്കിൽ 8 ന്യൂട്രോൺ. ഈ ന്യൂട്രോണിൻ്റെ അളവിൽ മാറ്റം വരുന്നത് കൊണ്ട് അതിൻ്റെ മാസ് നമ്പറിലും മാറ്റം വരുന്നുണ്ട്. അത് അടിയിൽ കൊടുത്തിട്ടുണ്ട്. കാർബണിൻ്റെ അടിയിലേക്ക് നോക്കിക്കേ, അതിൻ്റെ മാസ് നമ്പർ കണ്ടോ? 12ൻ്റെ മാസ് നമ്പറും 12 ആണ്. കാർബൺ 13 ആകുമ്പോൾ അത് 13 ആവുന്നുണ്ട്. 14 ആകുമ്പോൾ അതിൻ്റെ മാസ് നമ്പറും 14 ആവുന്നത്. അപ്പോൾ ന്യൂട്രോൺ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ മാസ് നമ്പറിലും
മാറ്റം വരുന്നുണ്ട് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഐസോടോപ്പുകൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് ന്യൂട്രോണിൻ്റെ എണ്ണത്തിൽ മാറ്റം വരും. അപ്പോൾ അങ്ങനെ ആലോചിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഐസോടോപ്പുകൾ ന്യൂട്രോൺ എന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോഡ് പഠിച്ചേക്കാം. നമുക്കറിയാലോ നമ്മുടെ ശാസ്ത്രജ്ഞനായിട്ടുള്ള ഐസക് ന്യൂട്ടൺ. അപ്പോൾ ഐസോട്ടോപ്പ് ന്യൂട്രോണും ഐസോട്ടോപ്പ് ന്യൂട്രോൺ. ഓക്കെ, അങ്ങനെ നമ്മൾ ആലോചിച്ച് വെച്ചാൽ നമുക്ക് എന്ത് പറ്റും? ഐസോട്ടോപ്പുകൾ എളുപ്പത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഐസോട്ടോപ്പുകൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ അടുത്തയിലേക്ക് കിടക്കുകയാണ്. ഇനി അതിൽ പാഠത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അറ്റോമിക് നമ്പർ എന്താണെന്നുള്ളത്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതേ എണ്ണം തന്നെ ആയിരിക്കും അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണം, അതിന് സമമായിട്ടുള്ളതായിരിക്കും അതിലുള്ള അറ്റോമിക് നമ്പറിന് സമമായിരിക്കും പ്രോട്ടോണുകളുടെ എണ്ണം, അതിനും തുല്യമായിരിക്കും ഇലക്ട്രോണുകളുടെ. അപ്പം ഇലക്ട്രോണുകളുടെ എണ്ണം എന്താണോ അത് തന്നെയാണ് അറ്റോമിക് നമ്പർ, പ്രോട്ടോണുകളുടെ എണ്ണം എന്താണോ അത് തന്നെയാണ് അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പം അത് മറന്നുപോകരുത്. ഇതിൽ ന്യൂട്രോണിൻ്റെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല. ഫസ്റ്റത്തെ ആ ഒരു ബോക്സിൽ നമ്മൾ ന്യൂട്രോണിൻ്റെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല. അറ്റോമിക് നമ്പറിന് ഈക്വൽ ആണ് ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടാതെ പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ബോക്സിലുള്ളത് നോക്കിക്കേ. അടുത്ത ബോക്സിലുള്ള ഇക്വേഷൻ എന്താണ്? മാസ് നമ്പർ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പം മാസ് നമ്പർ എന്തായിരിക്കും എന്നാണ്? പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും കൂട്ടിയാലാണ് നമുക്ക് മാസ് നമ്പർ കിട്ടുക. അപ്പം നമ്മുടെ ചോദ്യത്തിൽ ഇങ്ങനെ നേരിട്ട് മാസ് നമ്പർ എന്താ അങ്ങനെ ഒന്നും ആവില്ല ചോദിക്കുക. ഏതെങ്കിലും ഒരു മൂലകത്തിൻ്റെ മാസ് നമ്പറും ചിലപ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണവും തരും. അപ്പം മാസ് നമ്പറും പ്രോട്ടോണുകളുടെ എണ്ണവും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷനിൽ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പം അതൊക്കെ നമുക്ക് പഠിക്കണമെങ്കിൽ എന്താണ് ഈ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞേ തീരുള്ളൂ. അപ്പം മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും കൂട്ടിയതാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഇക്വേഷനെ നമുക്ക് പല രീതിയിൽ എഴുതാം. അതും കൂടെ പഠിച്ചു വെച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്സാമിന് ചോദ്യം വരുമ്പം ഏതെങ്കിലും ഒരു മൂലകത്തിൻ്റെ നമ്പർ തരുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണമൊക്കെ നമുക്ക് മാറ്റി എഴുതി കിട്ടുള്ളൂ കേട്ടോ. അപ്പം ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? മാസ് നമ്പർ എന്ന്. പ്രോട്ടോണുകളുടെ എണ്ണം കുറച്ചാൽ കിട്ടുന്നതാണ് ന്യൂട്രോണുകളുടെ എണ്ണം. ഇനി പ്രോട്ടോണുകളുടെ എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? മാസ് നമ്പർ എന്ന്. ന്യൂട്രോണുകളുടെ എണ്ണം കുറച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് നമ്മുടെ പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഇക്വേഷൻ തിരിച്ചും തിരിച്ചും ഒക്കെ എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു മൂലകത്തിൻ്റെ എന്തായാലും ഒരു ചോദ്യം ഉറപ്പായിട്ടും വരും. മിക്കവാറും ഈ രണ്ട് ബോക്സിൽ നിന്ന് ഏതെങ്കിലും ഒന്നായിരിക്കും എന്തായിരിക്കുക നമ്മളോട് ചോദിക്കുന്നുണ്ടായിരിക്കും. അപ്പം കഴിഞ്ഞ കൊല്ലം 2023 ഇതേ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുക? ഈ ഒരു ഇക്വേഷൻ പഠിച്ചു പോവുക. അത് പഠിച്ചു പോയാൽ മാത്രം പോരാ, ഇതെന്ത് ചെയ്യണം? നമ്മൾ അപ്ലൈ ചെയ്യുക കൂടി വേണം. അതായത് ഏതെങ്കിലും ഒരു മൂലകത്തിൻ്റെ കേസിൽ നമ്മുടെ ന്യൂട്രോണിൻ്റെയും മാസ് നമ്പറൊക്കെ തന്നാൽ നമുക്ക് പ്രോട്ടോണുകളുടെ എണ്ണം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. കൂടാതെ പ്രോട്ടോണുകളുടെ എണ്ണം തന്നാൽ നമുക്ക് ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നും നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ആരൊക്കെയാണ്? നമ്മളിപ്പോൾ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ഒക്കെ കാര്യമായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോട്ടോണിനെയും ഇലക്ട്രോണിനെയും ന്യൂട്രോണിനെയൊക്കെ കണ്ടുപിടിച്ച കുറച്ച് വ്യക്തികളുണ്ട്. അവരുടെ പേര് കൂടി നമ്മൾ പഠിച്ചു വെക്കണം. കാരണം എന്തെങ്കിലും കാരണവശാൽ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് അറിയാതെ പോകരുത്. ആ ഒരു മാർക്ക് ഒരൊറ്റ മാർക്ക് നമ്മൾ അതിന് വേണ്ടി കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാനൊരു കോഡ് ഉണ്ട്. ഇത് ചിലവരൊക്കെ കേട്ട് കാണും, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. അപ്പോൾ നോക്കിക്കേ, റുദർഫോർഡ് കണ്ടുപിടിച്ചതാണ് പ്രോട്ടോണും ന്യൂക്ലിയസും. ജെറി തോംസൺ കണ്ടുപിടിച്ചതാണ് ഇലക്ട്രോൺ. ജെയിംസ് ചാഡ്വിക് കണ്ടുപിടിച്ചതാണ് ന്യൂട്രോൺ. ഇനി നമ്മൾ KSRTC ബസ് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? KSRTC അതിൻ്റെ RTC ലാസ്റ്റത്തെ RTC എടുക്കുക. ഈ RTC എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടെ പേരിൻ്റെ ഫസ്റ്റത്തെ അക്ഷരമാണെന്ന് വിചാരിക്കുക. RTC, അതായത് R ഫോർ റുദർഫോർഡ്, T എന്ന് പറഞ്ഞാൽ തോംസണ്, C പറഞ്ഞാൽ ചാഡ്വിക്. അപ്പം മുകളിൽ എഴുതിയിരിക്കുന്ന പെൻ RTC എന്ന് പറഞ്ഞ നീല ബോക്സ് നിങ്ങൾ കാണുന്നില്ലേ? അത് നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഈ കണ്ടുപിടിച്ച വ്യക്തികളെ പേര് മനസ്സിലാവും. അപ്പം പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? റുദർഫോർഡ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണോ? തോംസൺ. ന്യൂട്രോൺ കണ്ടുപിടിച്ചതോ? ചാഡ്വിക്. കൂടാതെ ന്യൂക്ലിയസിന്റെ കാര്യം നമ്മൾ ആലോചിച്ച് വെക്കുക, റുദർഫോർഡ് ആണെന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ അത് പഠിച്ചല്ലോ. പെൻ RTC പഠിച്ചല്ലോ. പെൻ RTC. അപ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ ഐസോട്ടോപ്പിന്റെ കേസിൽ വേറൊരെണ്ണം പഠിച്ചിട്ടുണ്ടല്ലോ, ഐസക് ന്യൂട്ടൺ. അതായത് ന്യൂട്രോണിന്റെ എണ്ണത്തിൽ മാറ്റം വരുമ്പോൾ ഐസോട്ടോപ്പുകൾ. ഓക്കെ, അത് പഠിച്ചല്ലോ. അപ്പോൾ പെൻ RTCയും പഠിച്ചു. ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കണം കേട്ടോ, എന്തൊക്കെയാണ് നമ്മൾ പഠിച്ച
എന്ത് കോഡുകൾ എന്തൊക്കെയാണ് നമ്മൾ ആലോചിച്ചിട്ട് നമുക്ക് അങ്ങനെ ഇപ്പം തന്നെ പഠിച്ച് പോവാം. അപ്പം ഇപ്പം തന്നെ പഠിച്ചു പോയാൽ നമുക്ക് എന്താണ് കുറച്ചും കൂടി എളുപ്പമായിരിക്കും എക്സാമിന്. ഓക്കെ, ഇനി നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് പോസ് ചെയ്തിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തത് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഓർമ്മയിൽ ഉണ്ടാവും കേട്ടോ. ഇനി ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക. ആരാണ് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക കണ്ടുപിടിച്ചത്? റുദർഫോർഡ്. അതും റുദർഫോർഡ് ആണ്. അപ്പൊ റുദർഫോർഡ് എന്തൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്? പ്രോട്ടോൺ കണ്ടുപിടിച്ചിട്ടുണ്ട്, ന്യൂക്ലിയസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃകയും കണ്ടുപിടിച്ചത് നമ്മുടെ ആരാണ്? റുദർഫോർഡ് ആണ്. അപ്പൊ റുദർഫോർഡ് ചില്ലറക്കാരനല്ല. ഇനി പറയുന്നത് പ്ലം പുഡിംഗ് മാതൃക, അതായത് ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക കണ്ടുപിടിച്ചത് ആരാണെന്നാണ്? അത് ജെ.ജി. തോംസൺ. നമ്മുടെ ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആളാണ് പ്ലം പുഡിംഗ് മോഡലും കണ്ടുപിടിച്ചത് ആറ്റത്തിന്റെ. അപ്പൊ അത് പഠിച്ചല്ലോ, NRTC പഠിച്ചു. അപ്പൊ ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം അല്ലെ. ഇനി അതിൽ പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവഗാദ്രോ നമ്പർ. അവഗാദ്രോ നമ്പർ ഈ ഒരു പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അവഗാദ്രോ നമ്പർ എന്താണ്, അതിൻ്റെ അളവ് എന്താണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞു പോകണം. റിപ്പീറ്റ് ആയിട്ട് ഇതിൻ്റെ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അത് പഠിച്ചിട്ട് പോവുക കേട്ടോ. സൂക്ഷ്മ കണികകളുടെ എണ്ണം സൂചിപ്പിക്കുവാനായി രസതന്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് അവഗാദ്രോ നമ്പർ. അപ്പം എന്താണിത്? സൂക്ഷ്മകണികളുടെ എണ്ണം സൂചിപ്പിക്കാനായിട്ട് രസതന്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ്. അതിൻ്റെ വാല്യൂ എത്രയാണ്? 6.0221407. അത്രയൊന്നും നമുക്ക് പഠിക്കാനില്ല. 6.022 എന്ന് എഴുതിയാലും മതി കേട്ടോ. അതായത് 6.022 ഇൻറ്റു 10⁻23 മോൾ ഇൻവേഴ്സ്, അതായത് മോൾ (-1). അങ്ങനെ പഠിച്ചിട്ട് പോവുക. ഈ ഒരു നമ്പർ ഇങ്ങനെ തന്നെ പഠിച്ച് വെക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ചോദ്യം വരാൻ സാധ്യത ഉണ്ട്. അപ്പം എന്തായാലും ഒരു മാർക്കിന് എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആ നമ്പർ എഴുതി വെച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, മാർക്ക് കിട്ടും. അപ്പം ആ മുകളിലുള്ള നമ്പറും ആ ഒരു അളവും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതിയിരിക്കണം കേട്ടോ. അപ്പം 6 അതായത് 6.022 ഇൻറ്റു 10⁻, അങ്ങനെ എഴുതിയാലും മതി കേട്ടോ. ഇനി പറയുന്നത് എന്താണ്? അവഗാഡ്രോ സംഖ്യയ്ക്ക് തുല്യം കണികകൾ ഉൾക്കൊള്ളുന്ന ഒരു പദാർത്ഥത്തിന്റെ അളവിനെ മോൾ എന്ന് വിളിക്കുമ്പോൾ, എന്താണ് മോൾ എന്ന് പറയുമ്പം നമ്മൾ എഴുതേണ്ട കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടത്. അവഗാഡ്രോ സംഖ്യയ്ക്ക് തുല്യം കണികകൾ ഉൾക്കൊള്ളുന്ന ഒരു പദാർത്ഥത്തിന്റെ അളവിനെ നമ്മൾ മോൾ എന്നാണ് വിളിക്കുക. അപ്പം പഠിച്ചല്ലോ, അത് പഠിച്ചല്ലോ. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ആലോചിച്ചില്ലേ? നമ്മുടെ ഐസോടോപ്പിന്റെ കാര്യം നമ്മൾ ആലോചിക്കുന്നില്ലേ? ഹൈഡ്രജൻ, ഡ്യൂട്ടീരിയം, ട്രിഷ്യം, അത് മറക്കരുത്. ഹൈഡ്രജൻ, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്തായാലും ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. അതിന്റെ ഉദാഹരണമാണ് എപ്പോഴും ചോദിക്കാറുള്ളത് ഐസോടോപ്പിന്റെ കാര്യം കേട്ടോ. അപ്പൊ ഈ ഐസോടോപ്പുകൾ എന്ന് പറയുന്ന ഈ ഒരു പേര് നമ്മൾ വേറൊരു പാഠത്തിൽ ഐസോമെറിസം വരുന്നുണ്ട്, അത് വെച്ചിട്ട് കൺഫ്യൂഷൻ ആയി പോകരുത്. ഇത് ഐസോടോപ്പ് ആണ് കേട്ടോ. ഐസോടോപ്പ് ഐസക് ന്യൂട്ടൺ. അങ്ങനെ ഐസക് ന്യൂട്ടൺ ഇത് കണ്ടുപിടിച്ചു എന്നല്ല കേട്ടോ പറയുന്നത്. ഇത് കണ്ടുപിടിച്ചത് മേരി ക്യൂറി എന്ന് പറഞ്ഞ ഒരാളാണ്, ഒരു സ്ത്രീയാണ്. അപ്പം അത് മാറിപ്പോകരുത് കേട്ടോ. ഇത് നമ്മൾ കോഡായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പം എന്ത് ചെയ്യുക, ഐസോടോപ്പിന്റെ അത് ആലോചിക്കുക. പിന്നെ ആറ്റോമിക് നമ്പറിന്റെ കാര്യവും മാസ് നമ്പറിന്റെ കാര്യവും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ പഠിച്ചു പോവുക. എന്തായാലും ഒരു ചോദ്യം വരാൻ സാധ്യത ഉണ്ട്. പിന്നെ ഇത് കണ്ടുപിടിച്ച ആൾക്കാരുടെ NRTC പഠിച്ചാൽ മതി. ദെൻ അവഗാദ്രോ നമ്പറിന്റെ കാര്യം പഠിച്ചപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ എന്തായി, കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് എടുക്കുകയാണ്. ഏതാണ് രണ്ടാമത്തെ ചാപ്റ്റർ? ആവർത്തന പട്ടികയും രാസബന്ധനവും. നമുക്ക് പോവാം അല്ലേ. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ കൂടുതലും മൂലക വർഗീകരണത്തിന്റെ കാര്യമാണ് കൂടുതലായിട്ട് പറയുന്നത്. അപ്പം അതിലുള്ള മാറ്റങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് രണ്ടാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു ടേബിൾ ഉണ്ടാവും. എന്ത് ടേബിൾ? പീരിയോഡിക് ടേബിൾ ഉണ്ടാവും. പീരിയോഡിക് ടേബിൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. എന്തെങ്കിലും ഒരു നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ആ ടെക്സ്റ്റ് ബുക്കിലുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇനി നമുക്കിത് കടക്കാം. മൂലക വർഗീകരണത്തിന്റെ ആദ്യകാല ശ്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്, നമ്മൾ പഠിച്ച ശാസ്ത്രജ്ഞന്മാരുടെ പേരാണ്. ലാവോയ്സിയെ കണ്ടുപിടിച്ച സംഭാവന, ലാവോയ്സിയെ എന്ത് സംഭാവനയാണ് ചെയ്തത് നോക്കുകയാണെങ്കിൽ മൂപ്പര് എന്താണ് ചെയ്തത്? ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന വർഗീകരണം. ലാവോയ്സിയെ ലോഹങ്ങൾ അലോഹങ്ങൾ, എല്ലാത്തിലും ഒരു ലാ ഇല്ലേ? അപ്പം അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. ലാവോയ്സിയെ ലോഹങ്ങൾ അലോഹങ്ങൾ. അപ്പം അദ്ദേഹത്തിന്റെ സംഭാവന മനസ്സിലായല്ലോ. ഇനി അടുത്തത് ന്യൂലാൻഡ്സിന്റെ ഒക്ടേൻസ് അല്ലെങ്കിൽ ന്യൂലാൻഡ്സിന്റെ അഷ്ടകങ്ങൾ. ന്യൂലാൻഡ്സ് പറയുമ്പോൾ നമ്മൾ അഷ്ടകങ്ങൾ എന്ന് ആലോചിക്കാം. ന്യൂലാൻഡ്സിന്റെ അഷ്ടകങ്ങൾ.
അപ്പോൾ അതാണ് മൂപ്പരുടെ സംഭാവന എന്ന് ആലോചിക്കാൻ പറ്റും. മൂലകങ്ങളെ അറ്റോമിക് മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിക്കുകയാണ് ന്യൂലാൻഡ് ചെയ്തത്. അപ്പം ന്യൂലാൻഡ്സിന്റെ അഷ്ടകങ്ങൾ. ഈ ഹെൻറി മോസ്ലി ചെയ്തത് എന്താണ്? മൂപ്പരതാണ് ആര് എന്ത് എന്ന് പറയുന്നത് ആധുനിക ആവർത്തന പട്ടിക. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ആവർത്തന പട്ടിക എന്ന് പറയുന്നത് ഹെൻറി മോസ്ലിയുടെയാണ്. അപ്പം ഹെൻറി മോസ്ലി ആധുനിക ആവർത്തന പട്ടിക, ന്യൂലാൻഡ്സിന്റെ അഷ്ടകങ്ങൾ, ലാവോയിസിയയുടെ ലോഹങ്ങളും അലോഹങ്ങളും. ഇനിയുള്ളത് ഡോബറൈനർ. ഒരു വല്ലാത്ത പേരല്ല, ഡോബറൈനർ. അപ്പൊ ഡോബറൈനറിനെ എന്ന് പറയുന്നത് ത്രിക ഗ്രൂപ്പുകൾ, അതായത് മൂന്നെണ്ണം വരുന്ന ഗ്രൂപ്പുകളാണ് ഡോബറൈനർ കണ്ടുപിടിച്ച മൂപ്പരുടെ സംഭാവന എന്ന് പറയുന്നത്. സമാന ഗുണങ്ങളും അറ്റോമിക് മാസിലെ പരസ്പര ബന്ധവുമുള്ള ത്രിക ഗ്രൂപ്പുകളാണ് ഡോബറൈനറിന്റെ സംഭാവന. ഇനി പറയാൻ പോകുന്നത് നമ്മുടെ എന്താണ് ആധുനിക ആവർത്തന പട്ടികയുടെ ഡെഫിനിഷനാണ്. അതിൽ തന്നെ ഉണ്ടല്ലോ ഹെൻറി മോസ്ലി എന്താ പറഞ്ഞു നോക്കി, അദ്ദേഹത്തിന്റെ സംഭാവന നോക്കി. അറ്റോമിക് സംഖ്യയാണ് മൂലകങ്ങളുടെ അടിസ്ഥാന സ്വഭാവം നിർണ്ണയിക്കുന്നത്. അപ്പം എന്താണ് ആധുനിക ആവർത്തന പട്ടികയിൽ പറയുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവും ഈ ഒരു ബോക്സിലുണ്ട്. അറ്റോമിക സംഖ്യയാണ് മൂലകങ്ങളുടെ അടിസ്ഥാന സ്വഭാവം നിർണ്ണയിക്കുന്നത് എന്നാണ് ആധുനിക ആവർത്തന പട്ടികയിൽ പറയുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എന്തൊക്കെ നമ്മൾ പഠിച്ചു? മൂലക വർഗീകരണത്തിന്റെ ആദ്യകാല ശ്രമങ്ങളുടെ ആൾക്കാരുടെ പേര്, അവരുടെ സംഭാവനകൾ, പിന്നെ ആധുനിക ആവർത്തന പട്ടികയിൽ എന്താ പറയുന്നതെന്ന് പഠിച്ചു. അപ്പം ലാവോയിസിയ ലോഹങ്ങൾ അലോഹങ്ങൾ, ന്യൂലാൻഡ്സ് അഷ്ടകങ്ങൾ, ഹെൻറി മോസ്ലി ആധുനിക ആവർത്തന പട്ടിക, ഡോബറൈനർ ത്രിക ഗ്രൂപ്പുകൾ. അപ്പം മറന്നില്ലല്ലോ, ഓർത്തോളൂലേ? ഇനി നമ്മൾ അടുത്തയിലേക്ക് കടക്കുകയല്ലേ. ഇനി പറയുന്നത് ഗ്രൂപ്പ് നമ്പറുകളും അവരുടെ മൂലക കുടുംബത്തിന്റെ പേരുകളുമാണ് പറയുന്നത്. അപ്പം ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ പേരാണ്, മൂലക കുടുംബത്തിന്റെ പേരാണ് ആൽക്കലി ലോഹങ്ങൾ. രണ്ടാമത്തത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. മൂന്നാമത്തത് മുതൽ 12 വരെ സംക്രമണ മൂലകങ്ങൾ. 13ാമത്തത് ബോറോൺ കുടുംബം. 14 കാർബൺ കുടുംബം. 15 നൈട്രജൻ കുടുംബം. 16 ഓക്സിജൻ കുടുംബം, അതിന് ചാൽക്കോജൻ എന്ന് പറയും. 17 ഹാലോജൻ ആണ്. 18 ഉത്കൃഷ്ടവാതകങ്ങൾ. ഇതെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണോ ചോദിച്ചാൽ ആണ്. കാരണം ഏതെങ്കിലും 1-2 എണ്ണം ഇതെന്ന് ചോദിക്കാൻ, ഒരു മാർക്കിനായതുകൊണ്ട് ഏതെങ്കിലും 1-2 ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പം ഈ ഒരു ഫുള്ള് ബോക്സ് പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് അറിഞ്ഞിരിക്കണം? 16ാമത്തെ ഗ്രൂപ്പ് നമ്പർ ഏത് കുടുംബമാണെന്നും 18ാമത്തത് ഏത് കുടുംബമാണെന്നും എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അപ്പം 16ാമത്തത് ആരാണ്? ഓക്സിജൻ കുടുംബമാണ്, അല്ലെങ്കിൽ അതിനെ ചാൽക്കോജൻ എന്ന് പറയും. 18ാമത്തത് ഉത്കൃഷ്ടവാതകങ്ങളാണ്. അപ്പം അത് ആലോചിച്ച് പഠിച്ചു വെക്കുക. ആ 2 എണ്ണമെങ്കിലും പഠിച്ചു വെക്കുക. ഒന്ന് മൊത്തമായിട്ട് പഠിക്കാൻ കഴിയാത്തവർ എന്ത് ചെയ്യുക? 2 എണ്ണമെങ്കിലും ഓർത്ത് വെക്കുക. അപ്പം എന്തെങ്കിലും ഒരു ചേരുംപടി ചേർക്കാനൊക്കെ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഓക്സിജൻ കുടുംബം അല്ലെങ്കിൽ ചാൽക്കോജൻ എന്ന് പറയുന്നത് 16ാമത്തെ ഗ്രൂപ്പ് നമ്പർ ആണെന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. ഇനി പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഈ പാഠത്തിലെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 2023 ആവട്ടെ 22 ആവട്ടെ എല്ലാ ചോദ്യ പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പുള്ള ഒരു ഭാഗമാണ് ഇനി പറയുന്നത്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, എന്നാലേ നമുക്കിതൊന്ന് മാർക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതെന്ത് ചെയ്യുക? പഠിച്ച് പോവുക. ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോയാലേ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് തലയിൽ കയറുള്ളൂ, തലയിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഓക്കെ, കൂടുതലല്ലേ നമ്മൾ പഠിക്കുക അല്ലേ? അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ, നമ്മുടെ ആവർത്തന പട്ടികയിൽ, ആധുനിക ആവർത്തന പട്ടികയിൽ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മുകളിൽ നിന്നും താഴേക്കുള്ള ആൾക്കാരെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്ന ആൾക്കാരെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത്. അപ്പം എത്ര ഗ്രൂപ്പ് ഉണ്ട്? 18 ഗ്രൂപ്പ് ഉണ്ട്, 7 പീരീഡും ഉണ്ട്. അപ്പം അത് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം കേട്ടോ. 18 ഗ്രൂപ്പും ഉണ്ട്, 7 പീരീഡുകളും നമ്മുടെ ആവർത്തന പട്ടികയിലുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൻ്റെ കാര്യം എപ്പോൾ പറയുമ്പോഴും നമ്മൾ എന്താ പറയുക? മുകളിൽ നിന്നും താഴേക്കുള്ള കാര്യമാണ് എപ്പോഴും പറയുക എന്നുള്ളത് ഓർത്തു വയ്ക്കുക. പീരീഡിൻ്റെ കാര്യമാണെങ്കിൽ എപ്പോഴും നമ്മൾ ഇടത്ത് നിന്ന് വലത്തോട്ടുള്ള കാര്യമായിരിക്കും എപ്പോഴും പറയുക. അപ്പോൾ അതും ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? 18 ആൾക്കാരാണ് ഗ്രൂപ്പിലുള്ളത്, 18 ഗ്രൂപ്പാണുള്ളത്, 7 പീരീഡാണുള്ളത്. ഗ്രൂപ്പിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ മുകളിൽ നിന്നും താഴോട്ടാണ് പറയുക. പീരീഡിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ ഇടത്തു നിന്നും വലത്തോട്ടാണ് പറയുക. അപ്പോൾ അത് ആലോചിക്കുന്നുണ്ടല്ലോ, അത് ഓർത്തോളൂ അല്ലേ? ഇനി പറയുന്നത് ആറ്റത്തിൻ്റെ വലുപ്പം. അപ്പം ഗ്രൂപ്പിൽ നിന്ന്
ഗ്രൂപ്പിന്റെ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോഴും ആറ്റത്തിന്റെ വലിപ്പം എന്താണ് ചെയ്യുന്നത്? കൂടി വരുന്നു. അപ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കൂടി വരുകയാണ് നമ്മുടെ ഗ്രൂപ്പിൽ ചെയ്യുന്നത്. അപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോഴാണ് ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നത്. ഇനി നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതായിരിക്കും. എന്തായിരിക്കും? എന്തുകൊണ്ടാണ് ആറ്റത്തിന്റെ വലിപ്പം മുകളിൽ നിന്നും താഴേക്ക് വരുന്നതോറും കൂടാൻ കാരണം എന്താണെന്നാവും നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളത് പഠിച്ചോ? ഇല്ല. അത് പഠിക്കണ്ടേ? ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകളുടെ എണ്ണം കൂടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നത്. അപ്പം മുകളിൽ നിന്നും താഴേക്ക് വരും തോറും നമ്മുടെ ന്യൂക്ലിയസിന്റെ ചുറ്റുമുള്ള ഷെല്ലുകളുടെ എണ്ണം എന്താണ്? കൂടി വരും. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ന്യൂക്ലിയസിന്റെ ചുറ്റുമുള്ള ഷെല്ലിന്റെ എണ്ണം കൂടുന്നു പറഞ്ഞാൽ എന്താണ്? ആ ആറ്റം വലുതായി വരികയാണ്. അപ്പോൾ വലിപ്പം വെക്കും. അപ്പോൾ താഴെ എത്തുമ്പോഴേക്കും വലുതാവും. അപ്പം ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോഴും അത് കൂടി വരും. അപ്പം 3 ചോദ്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് പീരീഡിൽ എന്താണ് സംഭവിക്കുന്നത്? ന്യൂക്ലിയസിന്റെ അതായത് പ്രോട്ടോണിന്റെ പീരീഡിൽ എന്താണ് ആറ്റത്തിന്റെ വലിപ്പം കുറയാൻ കാരണം എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എന്തുകൊണ്ടായിരിക്കും പീരീഡിൽ, അതായത് ഇടത്ത് നിന്ന് വലത്തോട്ട്, നമ്മൾ പീരിയോഡിക് ടേബിളിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പം എന്തുകൊണ്ടാണ് ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തായിരിക്കും അതിന്റെ കാരണം? അതും നമ്മൾ മനസ്സിലാക്കി വെക്കണം. ന്യൂക്ലിയസിൽ പ്രോട്ടോണ് കൂടും. അപ്പം എന്താണ് സംഭവിക്കുക? ന്യൂക്ലിയസിന്റെ ചുറ്റുമുള്ള ഇലക്ട്രോണിന് ന്യൂക്ലിയസിലേക്ക് വരാനൊരു ആകർഷണം, അതായത് പ്രോട്ടോണിന് ഇലക്ട്രോണിലേക്കുള്ള ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണം കൂടും. അതുകൊണ്ടാണ് നമ്മുടെ ആറ്റത്തിന്റെ വലുപ്പം കുറയാൻ കാരണം. അപ്പം അതും എന്ത് ചെയ്യുക? നമ്മൾ മനസ്സിലാക്കി വെക്കുക. ചോദ്യം വരാൻ സാധ്യത കൂടുതലാണ് ഗ്രൂപ്പിന്റെ കാര്യത്തിൽ. പീരിയഡിൽ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഗ്രൂപ്പിന്റെ കാര്യത്തിൽ ചോദിക്കാൻ, ആ ഫസ്റ്റത്തെ പോയിന്റ് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ് നമ്മൾക്ക് നോക്കാനുള്ളത്? വിദ്യുദ്രണതയുടെ കാര്യമാണ് പറയുന്നത്. ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ വിദ്യുദ്രണത കുറയും. പീരിയഡിലാണെങ്കിൽ വിദ്യുദ്രണത കൂടും. പിന്നെ പറയുന്നത് എന്താണ്? ലോഹങ്ങളുടെ ലോഹീയ സ്വഭാവം ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ കൂടി വരുന്നു. എന്നാൽ പീരിയഡിൽ എന്താണ്? ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ലോഹങ്ങളുടെ ലോഹീയ സ്വഭാവം കുറയുകയാണ് ചെയ്യുന്നത്. ഇനിയോ അയോണീകരണ ഊർജം കുറയുന്നു. അപ്പം അയോണീകരണ ഊർജം കുറയാൻ കാരണം എന്താണെന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഗ്രൂപ്പിൽ നിന്നും മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും എന്താണ് സംഭവിക്കുന്നത്? ആറ്റത്തിന്റെ വലുപ്പം കൂടും അല്ലേ? അപ്പം ന്യൂക്ലിയസിന്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിന് മേലുള്ള ആകർഷണ ബലം എന്താണ് ചെയ്യുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ കുറഞ്ഞതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അയോണീകരണ ഊർജവും കുറയുന്നു. അപ്പം ഷെല്ലിന്റെ എണ്ണം കൂടി വരല്ലേ? അപ്പം എന്താണ്? ഈ അയോണീകരണ ഊർജം കുറഞ്ഞു വരുന്നു. അപ്പം അതുകൊണ്ടാണ് അയോണീകരണ ഊർജം ഗ്രൂപ്പിൽ കുറയാൻ കാരണം എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം ആറ്റത്തിന്റെ വലുപ്പത്തിന്റെ കാര്യവും അയോണീകരണ ഊർജത്തിന്റെ കാര്യവും അവിടെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. എല്ലാ കൊല്ലവും ചോദിക്കാറുള്ളതാണ്. അപ്പം അത് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. പിന്നെ നമ്മുടെ പീരിയഡിന്റെ കാര്യത്തിൽ എന്താ പറയുന്നത്? അയോണീകരണ ഊർജം കൂടുന്നുണ്ട്. ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പം ആറ്റത്തിന് പോസിറ്റീവ് അയോണായിട്ട് മാറും. അപ്പം അതിൻ്റെ ഫലമായിട്ട് എന്താണ്? സഫല ന്യൂക്ലിയർ ചാർജുള്ള ഇത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അയോണീകരണ ഊർജം കൂടും എന്നാണ് നമ്മുടെ പീരിയഡിൽ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പം അതും എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അപ്പം ഈ ഒരു ടേബിള് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ടെന്നും കൂടി മനസ്സിലാക്കി വെക്കണം കേട്ടോ. ആറ്റത്തിൻ്റെ വലുപ്പം കൂടാൻ കാരണം നമ്മൾ പറഞ്ഞു ഷെല്ലിൻ്റെ എണ്ണം കൂടുന്നതുകൊണ്ടാണ്. അയോണീകരണ ഊർജ്ജത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഷെല്ലിൻ്റെ വലുപ്പം കൂടുന്തോറും എന്താണ് സംഭവിക്കുന്നത്? ഇലക്ട്രോണിനുള്ള ആകർഷണ ബലം കുറയുന്നു. അപ്പം അത് അയോണീകരണ ഊർജം കുറയാൻ കാരണമാവുന്നു. അപ്പം അത് മനസ്സിലാക്കിയില്ലേ? ഇനി പറയുന്നത് ഏകബന്ധനത്തിൻ്റെയും ദ്വിബന്ധനത്തിൻ്റെയും ത്രിബന്ധനത്തിൻ്റെയും എക്സാമ്പിൾസ് ആണ്. ഇതെല്ലാ പ്രാവശ്യവും ചോദിക്കാറുണ്ട്. അപ്പം ഈ പ്രാവശ്യവും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇതും നമ്മൾ പഠിച്ചിട്ട് പോകണം. ഏകബന്ധനത്തിലുള്ള ഒരു എക്സാമ്പിളാണ്, അതായത് ഉദാഹരണമാണ് നമ്മുടെ ഫ്ലൂറിൻ എന്ന് പറയുന്നത്. ഫ്ലൂറിൻ തന്മാത്രാ രൂപീകരണത്തിൽ ഒരു ജോഡി ഇലക്ട്രോൺ പങ്കുവച്ചതിനാൽ ഇതൊരു ഏകബന്ധനം. അപ്പോൾ എത്ര ജോഡിയാണ് പങ്കുവയ്ക്കുന്നത് എന്നതിന് അനുസരിച്ചാണ് ആ ഒരു പേര് വരുന്നത്. 2 ജോഡിയാണെങ്കിൽ ദ്വിബന്ധനം, 3 ജോഡിയാണെങ്കിൽ ത്രിബന്ധനം.
അപ്പോൾ ഏകബന്ധനത്തിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് ഫ്ലൂറിൻ ആണ്. ഇനി ഓക്സിജന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അതിൽ ദ്വിബന്ധനമാണ് വരുന്നത്. നൈട്രജന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അതിന് ത്രിബന്ധനമാണ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞു നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് കഴിഞ്ഞു. അപ്പോൾ നോക്കിയാൽ നമുക്കൊന്ന് എന്തൊക്കെയായിരുന്നു നമ്മൾ ഏകബന്ധന ദ്വിബന്ധനത്തിന് എക്സാമ്പിൾ പറഞ്ഞു. മെയിനായിട്ട് ഈ ഒരു ടേബിളാണ് ഈ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. അതിൽ ആറ്റത്തിൻ്റെ വലുപ്പത്തിൻ്റെയും അയണീകരണ ഊർജ്ജത്തിൻ്റെയും കാരണം നോട്ട് ചെയ്തിട്ട് വെക്കാൻ ഞാൻ പറഞ്ഞു, അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം കേൾക്കാത്തവർ റിപ്പീറ്റ് ചെയ്ത് കേട്ട് അത് എഴുതി വെക്കണം കേട്ടോ. അപ്പം നിങ്ങൾ അത് ഞാനിവിടെ കൊടുക്കാത്തത് നിങ്ങളിത് കേട്ട് അങ്ങോട്ട് പോകും. അപ്പം എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ കാര്യം നമ്മൾ നോട്ട് എടുത്തിട്ട് അത് എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു കാര്യം ഓർമ്മയിൽ നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ ആ പോയിന്റ് ഇവിടെ കൊടുക്കാഞ്ഞത്. ഓക്കെ, ഇനി നമ്മുടെ മൂലക കുടുംബത്തിൻ്റെ എന്താണ് മിനിമം 16ാമത്തെ ഗ്രൂപ്പ് നമ്പറും 18ാമത്തേൻ്റെയും പേര് നമ്മൾ എന്ത് ചെയ്യുക, മൂലക കുടുംബം ആലോചിച്ച് വയ്ക്കുക. മൂലക വർഗീകരണത്തിൻ്റെ ശ്രമങ്ങൾ നമ്മൾ പറഞ്ഞു. വിലാൻ സക്ടേഷ്, ഹെൻറി മോസ്ലെ ഇതാ പറയുന്നത്. ആധുനിക വർത്തന പട്ടികയുടെ ഇതും നമ്മൾ പറഞ്ഞു. ആറ്റമിക് സംഖ്യയുടെ മൂലകങ്ങളുടെ അടിസ്ഥാന സ്വഭാവമാണ് അതിൽ നിർണ്ണയിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ പാഠം ഓക്കെ അല്ലേ, പഠിച്ചല്ലോ, സെറ്റ് അല്ലേ? നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവല്ലേ. ആസിഡ്, ആൽക്കലി, ലവണങ്ങൾ, ലൈനുകൾ, കൊളോയിഡുകൾ, അതാണ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ. ഇനി നമ്മൾ പോകുന്നത് മൂന്നാമത്തെ ചാപ്റ്ററിലേക്കാണ് കേട്ടോ. ആസിഡുകൾ, ആൽക്കലികൾ, ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ മെയിനായിട്ട് പഠിച്ചിട്ട് പോവേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പം അത് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ പേര് നോട്ട് ചെയ്യണം. ആസിഡുകൾക്ക് അമ്ലം എന്നുള്ള പേരുണ്ട്, ആൽക്കലികൾക്ക് ക്ഷാരം എന്നുള്ള പേരുണ്ട്. അതും കൂടെ ആലോചിച്ച് വയ്ക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് ക്ഷാരം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഗന്ധം വിട്ട് പോകും. അപ്പം അതും കൂടെ മനസ്സിലാക്കി വെച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാമിന് മാർക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പം അതുകൂടെ ആലോചിച്ച് വെക്കുക. ആസിഡുകൾ എന്ന് പറയുന്നത് പുളി രുചിയുള്ള വസ്തുക്കളാണ്. ആൽക്കലികൾ എന്ന് പറയുന്നത് കയ്പ് രുചിയായിരിക്കും. ആസിഡുകളുടെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ വിനാഗിരി, പുളി, നാരങ്ങാനീര്, തൈര് എന്നൊക്കെയാണ് ആസിഡ് സ്വഭാവമുള്ള ആൾക്കാർ എന്ന് പറയുന്നത്. ആൽക്കലികളാണെങ്കിൽ അലക്കുകാരം, അപ്പകാരം, സോപ്പ്, കുമ്മായം, ചുണ്ണാമ്പ് എന്നിവയാണ് ആൽക്കലൈൻ സ്വഭാവമുള്ള ആൾക്കാർ എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പോയിന്റ്, അതെപ്പോഴും നമ്മുടെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. കഴിഞ്ഞ വർഷവും ചോദിച്ചിട്ടുണ്ട്. 2023 സെപ്റ്റംബറിലും ചോദിച്ച ചോദ്യമാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത് എന്താണ്, ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറത്തിലുള്ള വ്യത്യാസം. ആസിഡിലാവുമ്പോഴും ആൽക്കലിയിലാവുമ്പോഴും നിറത്തിലുള്ള വ്യത്യാസം എന്തായിരിക്കും എന്നുള്ളത്. അപ്പം അതുകൂടെ നോക്കുക. എന്താണ് പറയുന്നത് അവിടെ, ആസിഡുകൾ നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് നിറമാക്കും. അപ്പം എങ്ങനെയാണ് നമ്മളത് ആലോചിച്ച് നോക്കിയാൽ, ആസിഡുകൾ നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് നിറമാക്കും. അപ്പം ആസിഡ് ചുവപ്പാക്കും എന്ന് ആലോചിക്കാം. നമുക്കറിയാം ആസിഡ്, നമ്മൾ സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡൊക്കെ നമ്മുടെ കൈമേലായാൽ പൊള്ളും എന്നുള്ളത് നമുക്കറിയാം അല്ലേ. അപ്പം ആസിഡ് ആയാൽ പൊള്ളും. അപ്പോൾ പൊള്ളിയാൽ അവിടെ ചുവപ്പ് നിറമൊക്കെ ആവും അല്ലേ. അപ്പോൾ അത് ആലോചിച്ച് വെച്ചാൽ മതി. ആസിഡ് ആയാൽ അത് ചുവപ്പാവും. ലിറ്റ്മസ് പേപ്പറിൽ ആസിഡ് ആയാൽ ചുവപ്പാവും എന്ന് ആലോചിച്ച് വെക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ലിറ്റ്മസ് പേപ്പറിൽ എങ്ങനെയാണ് ആസിഡിൽ കളർ മാറ്റം ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ആസിഡ് ആകുമ്പോൾ ചുവപ്പാവും, ആൽക്കലി ആകുമ്പോൾ നീലയാവും. മനസ്സിലായല്ലോ. ആൽക്കലികൾ ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ നീല നിറമാക്കും എന്നാണ് അതിൽ പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? സെറ്റല്ലേ? ഇനി ആസിഡിൻ്റെയും ആൽക്കലിൻ്റെയും കേസിൽ 1 മാർക്കിന് പിന്നെയും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ബ്രോൺസ്റ്റെഡ്-ലോറി സിദ്ധാന്ത പ്രകാരം എന്താണ് ആസിഡിൻ്റെ നിർവചനം? അറീനിയസിൻ്റെ നിർവചന പ്രകാരം എന്താണ് ആസിഡ്? ലൂയിസിൻ്റെ നിർവചന പ്രകാരം എന്താണ് ആസിഡ് എന്നൊക്കെ നമ്മുടെ ചോദ്യപേപ്പറിൽ കണ്ടുവരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അതുകൂടെ നമ്മൾ പഠിച്ചു വെക്കണം. എന്നാലേ ഈ പാഠത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ബ്രോൺസ്റ്റെഡ്-ലോറി എന്താണ് ആസിഡിനെ കുറിച്ച് പറയുന്നത്? ആസിഡ് എന്നത് പ്രോട്ടോണുകൾ അഥവാ ഹൈഡ്രജൻ അയോണുകളെ നൽകാൻ കഴിവുള്ള പദാർത്ഥങ്ങളാണ്. അറീനിയസ് എന്താ പറയുന്നത്? H+ അയോണുകളുടെ ദാതാക്കളായ പദാർത്ഥങ്ങളാണ് ആസിഡ് എന്ന് പറയുന്നത്. ലൂയിസ് എന്താ പറയുന്നത്? ഇലക്ട്രോണുകളുടെ സ്വീകർത്താക്കളാണ് ആസിഡുകൾ. അപ്പം ഏകദേശം എല്ലാതും ഒരേപോലെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു പോകണം, അല്ലെങ്കിൽ നമ്മുടെ 1 മാർക്ക് നഷ്ടപ്പെടും. അപ്പം പ്രോട്ടോണുകൾ എന്ന് പറയുന്നത് ആസിഡ് അല്ല എന്നത് പ്രോട്ടോണുകൾ അഥവാ ഹൈഡ്രജൻ അയോണുകളെ നൽകാൻ കഴിവുള്ള പദാർത്ഥങ്ങളാണ്. അപ്പോൾ പ്രോട്ടോണുകളെ നൽകുക അല്ലെങ്കിൽ ഹൈഡ്രജൻ അയോണുകളെ നൽകുക എന്നുള്ള അതാണ് ബ്രോൺസ്റ്റെഡ്-ലോറി പറയുന്നത്. അറീനിയസോ H+ അയോണുകളുടെ ദാതാക്കളായ പദാർത്ഥങ്ങളാണ് ആസിഡ് എന്നാണ് പറയുന്നത്. ലൂയിസോ ഇലക്ട്രോണുകളുടെ സ്വീകർത്താക്കളാണ് ആസിഡുകൾ എന്നാണ് പറയുന്നത്. ഒക്കെ സെയിം സാധനം തന്നെയാണ്, ചെറിയൊരു മാറ്റമുള്ളൂ. അപ്പോൾ അത് പഠിച്ചു വെക്കണം കേട്ടോ, മറന്നു പോകരുത്. ഇനി ആൽക്കലിയുടെ കേസിലും ഇത് തന്നെയാണ്.
അവസ്ഥ. ആൽക്കലി എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകൾ അഥവാ ഹൈഡ്രജൻ അയോണുകളെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള പദാർത്ഥങ്ങളാണ്. ഹൈഡ്രോക്സൈഡ് ആനയോണുകളുടെ ദാതാക്കൾ, അതായത് OH- ദാതാക്കളായ പദാർത്ഥങ്ങളാണ് ക്ഷാരങ്ങൾ. അതാണ് അറീനിയസിന്റെ നിർവചനം ആൽക്കലി എന്ന് പറയുന്നത്. ഇനി ആൽക്കലിനെ കുറിച്ച് ലൂയിസ് എന്താ പറഞ്ഞത്? ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ജോഡികളുടെ ദാതാക്കളാണ് ക്ഷാരങ്ങൾ എന്നാണ് ലൂയിസ് പറഞ്ഞത്. അത് കുറച്ചുകൂടി എളുപ്പം അല്ലേ? ലൂയിസ് പറഞ്ഞ കാര്യം ഇലക്ട്രോൺ ജോഡികളുടെ ദാതാക്കളാണ് ക്ഷാരങ്ങൾ, ഇലക്ട്രോൺ ജോഡികളുടെ ദാതാക്കളാണ് ക്ഷാരങ്ങൾ. അതാണ് എളുപ്പം കുറച്ചുകൂടി അല്ലേ? പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? 6 എണ്ണം, അതായത് ഓരോ വരികളല്ലേ ഉള്ളൂ, 6 എണ്ണം പഠിക്കന്നെ വേണം കേട്ടോ. നിങ്ങൾ പഠിക്കാതെ എന്തായാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല. അപ്പം പഠിച്ച് തന്നെ മുന്നോട്ട് പോവുക. അപ്പം ഈ ഒരു ക്ലാസ് കണ്ടെന്ന് വിചാരിച്ചിട്ട് ബാക്കി ടെക്സ്റ്റ് ബുക്കിനി ഒന്നും പഠിക്കണ്ട, ഇനി അത് നോക്കണ്ട എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് നോക്കണം. അതായത് ഈ ക്ലാസ് കാണുക വേണം, റിപ്പീറ്റ് ആയിട്ട് ക്ലാസ് കാണണം, എന്നാലേ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. നമ്മളിനി എക്സാമിൻ്റെ തലേന്ന് ഈ ക്ലാസ് കണ്ടോന്ന് വിചാരിച്ച് നമുക്ക് ഓർമ്മയിൽ നിൽക്കണം എന്നില്ല. നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നാലേ നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലാത്ത പക്ഷെ അത് എന്ത് ചെയ്യും, ആദ്യം കണ്ടുവെന്ന് വിചാരിച്ചത് മറന്നു പോകാൻ സാധ്യത കൂടുതൽ. അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് എഴുതിയിട്ട് അത് പഠിക്കുക, അതെങ്കിലും ചെയ്യണം കേട്ടോ. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യണം. ഇനി പറയുന്നത് നിർവീര്യമാകൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ പാഠത്തിൽ നിർബന്ധമായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ് നിർവീര്യമാക്കൽ അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. അങ്ങനെ പല പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പം ഈ ഒരു ചോദ്യം ചോദ്യ പേപ്പറേ ഇല്ല. അപ്പം നിർവീര്യമാകൽ എന്ന് പറയുന്ന കാര്യം നമ്മൾ അതിലെ എല്ലാ പോയിന്റും നമ്മൾ പഠിച്ചു വെക്കണം. അപ്പം ടെക്സ്റ്റിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്, എല്ലാ ചോദ്യ പേപ്പറിലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ച് അവയുടെ ഗുണങ്ങൾ പരസ്പരം ഇല്ലാതെയാകുന്ന രാസപ്രവർത്തനങ്ങളാണ് നിർവീര്യമാകൽ അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ എന്ന് പറയും. ഇനി നിർവീര്യമാകൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലവണം ഉണ്ടാവുന്ന പ്രക്രിയ കൂടിയാണ് കേട്ടോ. ഒരു ആസിഡും ആൽക്കലിയും ചേർന്നിട്ടാണ് അത് ഉണ്ടാവുന്നതെന്നും കൂടി ആലോചിച്ച് വെക്കുക. സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള നിർവീരീകരണത്തിന്റെ രാസസമവാക്യമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH, ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl, രണ്ടും കൂടി ചേർന്നിട്ട് എന്താ ഉണ്ടായത്? NaCl. NaCl എന്ന് പറയുന്നത് ഒരു ലവണമാണ് അല്ലെങ്കിൽ ഉപ്പാണ്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ആളെന്ന് പറയുന്നത് ഉപ്പാണ് അല്ലെങ്കിൽ ലവണമാണെന്ന് കൂടി നമ്മൾ ആലോചിക്കുക. ഉപ്പും വെള്ളവുമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യാം? നിർവീര്യമാകലിൻ്റെ കാര്യത്തിൽ നമ്മൾ ആലോചിച്ച് വെക്കുക. അപ്പോൾ ഇവിടെ വരുന്ന ആ ഒരു ചിത്രത്തിൽ നമ്മൾ NaOHൻ്റെ കൂടെ ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ, അതായത് സൂചകം കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. എവിടുന്നാ എന്താ ചോദ്യം വരാൻ നമുക്ക് ആദ്യമായി പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അല്ലേ? എന്നാലും നമ്മൾ എന്ത് ചെയ്യുക? പഠിച്ച് വെക്കുക. ഓക്കെ, നിർവീര്യമാകലിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ നോക്കി വെക്കണം. അപ്പം നിർവീര്യമാകലിൽ എന്താണ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്താണ് നമുക്ക് കിട്ടുക എന്ന് ചോദിക്കുമ്പോൾ എന്താ എഴുതേണ്ടത്? ഉപ്പ് അല്ലെങ്കിൽ ലവണാണ് രണ്ടും കൂടെ. അതായത് ഒരു സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ടുള്ള ആസിഡ്, ഒരു ആൽക്കലിയും HCl ആയിട്ടുള്ള ഒരു ആസിഡും കൂടി, അതായത് ഒരു ആസിഡും ആൽക്കലിയും കൂടി ചേർന്നാൽ നമുക്ക് ലവണമാണ് കിട്ടുക എന്ന് കൂടി നമ്മൾ ആലോചിച്ച് എഴുതി വെക്കണം കേട്ടോ. ഇനി ചോദിക്കുന്നത് എന്താണ്? ലവണങ്ങളുടെ ഉപയോഗങ്ങളാണ്. അപ്പം നിർവീര്യമാകൽ മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ ലവണങ്ങളുടെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഈ ഒരു പട്ടിക എന്ന് പറയുന്നത് എല്ലാ തവണയും, അതായത് മിക്ക തവണയും കഴിഞ്ഞ കൊല്ലം 2023 സെപ്റ്റംബറിൽ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു പെട്ടി എന്ന് പറയുന്നത് എന്താണ് അതിൽ പറയുന്നത്? കുമിൾനാശിനിയുടെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, നിരോക്സികാരിയുടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, ജലശുദ്ധീകരണത്തിന് ആക്കണ ഒരു ലവണത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, ക്ലാവിലെ ഒരു ഘടകമായിട്ടുള്ള ആളുടെ ലവണത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, ഉൾപ്രേരകത്തിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ലവണത്തിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലവണങ്ങളുടെ ഉപയോഗങ്ങളാണ് മെയിനായിട്ട് ഇവിടെ പറയുന്നത്. കുമിൾനാശിനി എന്ന് പറയുന്നത് CuSO4 H5H2O ആണ്. നിരോക്സികാരി എന്ന് പറയുന്നത് FeSO4 7H2O ആണ്. ജലശുദ്ധീകരണത്തിൻ്റെ ആളെന്ന് പറയുന്നത് KMnO4. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് KMnO4. അപ്പോൾ അതും ആലോചിച്ച് വെക്കണം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ജലശുദ്ധീകരണത്തിൻ്റെ ആളാണ്. ക്ലാവിലെ ഒരു ഘടകം എന്ന് പറയുന്നത് CuCO3 ആണ്. ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്ന ലവണം എന്ന് പറയുന്നത് FeCl3 ആണ്. അപ്പം ഇതിൽ ജലശുദ്ധീകരണത്തിൻ്റെ ആളെയും കുമിൾനാശിനീൻ്റെ ആളെയും നേരെ നമ്മൾ എന്ത് ചെയ്യുക? ആലോചിച്ച് വെക്കണം. ബാക്കിയുള്ളത് ഓർത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. CuSO4 5H2O കുമിൾനാശിനിയാണ്.
KMnO4 ജലശുദ്ധീകരണം. KMnO4 എന്തായാലും പഠിച്ചു വെക്കണം. നടുവത്തെ KMnO4 എന്തായാലും നമ്മൾ പഠിച്ചിട്ട് പോകണം കേട്ടോ. ജലശുദ്ധീകരണത്തിന് ഉണ്ടാക്കുന്ന ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലവണമാണ് നമ്മുടെ KMnO4 എന്ന് പറയുന്നത്. ഇനി പറയുന്നത് pH സ്കെയിലിൻ്റെ കാര്യമാണ്. അപ്പോൾ pH സ്കെയിൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടും പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും അല്ലേ. ഈ pH സ്കെയിലിൽ 7 എന്നത് ന്യൂട്രൽ അയനീനെ സൂചിപ്പിക്കുന്ന ആളാണ്. 7 എന്ന് പറയുന്നത് അപ്പോൾ മൊത്തം അതിൽ 14 നമ്പർ ഉണ്ടാവുക. 0 മുതൽ 14 വരെയാണ് നമ്മുടെ pH സ്കെയിലിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത്. അപ്പോൾ pH സ്കെയിലിൽ 7ാമത്തെ നടുവിലുള്ള 7 എന്ന് പറയുന്നത് ന്യൂട്രൽ അയനീനെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി 0 മുതൽ 7 വരെ ഉള്ളതോ ആ pH മൂല്യം അമ്ല ഗുണത്തെ അല്ലെങ്കിൽ ആസിഡ് ഗുണത്തെ സൂചിപ്പിക്കുന്നു. ഇനി 7ന് മുകളിൽ അതായത് 8 to 14 വരെയുള്ള ആൾക്കാരെന്ന് പറയുന്നത് ആരാണ്? ക്ഷാരഗുണം അല്ലെങ്കിൽ ആൽക്കലീനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ pH സ്കെയിലുള്ള ആ നമ്പർ ഒന്ന് നമ്മൾ നോട്ട് ചെയ്യണം. 0 മുതൽ 14 വരെയാണ്. അപ്പോൾ 0 മുതൽ 7 വരെ എന്ന് പറയുന്നത് ആസിഡാണ്. 7 മുതൽ 14 വരെ എന്നുള്ളത് ആൽക്കലിയാണ്. നടുവിലുള്ള 7 എന്ന് പറയുന്നത് ന്യൂട്രലാണ്. മനസ്സിലായല്ലോ? ഇനി ഈ ഒരു ടേബിള് നമ്മളൊന്ന് വായിച്ചിട്ടെങ്കിലും പോകണം. കാരണം പഠിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്താന്ന് വെച്ചാൽ ചോദ്യങ്ങൾ പല പ്രാവശ്യമായിട്ട് ഇതൊന്ന് ചോദിക്കും. 1 മാർക്കിന് ചോദിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ നോക്കിക്കുക. 7ാമത്തെ ആളെ നോക്കാണ്ടോ. ഡിസ്പേർഷൻ മീഡിയം വാതകവും ഡിസ്പേഴ്സ്ഡ് ഫേസ് ഖരവും ആയിട്ടുള്ള കൊളോയിഡ് ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? നമുക്കറിയില്ല അല്ലേ. അപ്പോൾ അത് നമ്മൾ ഈ ടേബിൾ ഒന്ന് നോക്കിയിട്ട് പോയാലേ നമുക്കത് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും, എയറോസോൾ എന്ന് പറഞ്ഞ കൊളോയിഡ് എന്താണെന്ന് ചോദിക്കും. ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് എയറോസോൾ എന്നുള്ള കൊളോയിഡ് എന്താണ്. അപ്പം അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണേ. അപ്പം എന്താണ് നമ്മൾ പറയുക? ഡിസ്പേർഷൻ മീഡിയം വാതകമായിട്ടുള്ളതും ഡിസ്പേഴ്സ്ഡ് ഫേസ് ഖരമായിട്ടുള്ളതുമായ ഒരു വാതകം അല്ലെങ്കിൽ ഒരു കൊളോയിഡ് ആണ്. അതായത് ഡിസ്പേർഷൻ മീഡിയം വാതകവും ഡിസ്പേഴ്സ്ഡ് ഫേസ് ഖരവുമായിട്ടുള്ള ഒരു കൊളോയിഡ് ആണ് എയറോസോൾ എന്ന് നമ്മൾ എഴുതണം. എന്നാലേ നമുക്ക് 1 മാർക്ക് കിട്ടുള്ളൂ. അപ്പം ആ മാർക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ വിവിധ തരം കൊളോയിഡുകൾ എന്ന് പറഞ്ഞുള്ള പെട്ടി നമ്മൾ വായിച്ചിട്ടെങ്കിലും പോകണ്ടേ. അപ്പം നമ്മൾ പഠിക്കണം എന്ന് അങ്ങനെ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പോൾ സോളിഡ് സോൾ എന്ന് പറയുന്നത് ഡിസ്പേർഷൻ മീഡിയം ഖരവും ഡിസ്പേഴ്സ്ഡ് ഫേസ് ഖരവുമായിട്ടുള്ള ആളാണ്. അതിൻ്റെ ഉദാഹരണം രത്നങ്ങളാണ്. കൊളോയിഡ് എന്ന് പറയുന്ന ജെല്ലെന്ന് പറയുന്ന കൊളോയിഡ് എന്ന് പറഞ്ഞാൽ ഡിസ്പേർഷൻ മീഡിയം ഖരവും ഡിസ്പേഴ്സ്ഡ് ഫേസ് ദ്രാവകവും പ്രധാന ഉദാഹരണങ്ങളായിട്ടുള്ള വെണ്ണ, ജാമ്, പാൽക്കട്ടിയൊക്കെ അതിന് എക്സാമ്പിളാണ്. ഈ സോളിഡ് ഫോം നോക്കുകയാണെങ്കിൽ അത് ഖരവും വാതകവും ചേർന്നിട്ടുള്ള ആളാണ്. അതിൻ്റെ ഉദാഹരണം റബ്ബർ മെത്തയാണ്. സോൾ എന്ന് പറയുന്നത് ദ്രാവകവും ഖരവും ചേർന്നിട്ടുള്ള ആളാണ്. അത് കഞ്ഞിവെള്ളമാണ് അതിൻ്റെ ഉദാഹരണം. എമൽഷൻ എന്ന് പറയുന്നത് ദ്രാവകവുമായിട്ടുള്ള ആളാണ്. അപ്പം അതിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത് പാല്, പെയിൻറ് എന്നിവയാണ്. ഈ ഫോം നോക്കുകയാണെങ്കിൽ ദ്രാവകവും വാതകവും ചേർന്നാണ് സോപ്പ്, അതാണ് അതിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത്. ഇനി എയറോസോൾ നോക്കുകയാണെങ്കിൽ വാതകവും ഖരവുമായിട്ടുള്ള ആളാണ്. അതിൻ്റെ ഉദാഹരണം പുകയും പൊടികാറ്റുമാണ്. ലിക്വിഡ് എയറോസോൾ എന്ന് പറയുന്നത് വാതകവും ദ്രാവകവുമായിട്ടുള്ള ആളാണ്. അത് മൂടൽമഞ്ഞ്, കാർമേഘം. ഇതിൽ വാതകവും കൊടുത്തില്ല. വാതകവും കൊടുത്താൽ എന്താണ്? ഒരിക്കലും ഒരു കൊളോയിഡ് അല്ല എന്നാണ്. വെപ്പ്. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ. അത് എന്ത് ചെയ്യുക? ഒന്ന് വായിച്ചിട്ടെങ്കിലും പോവുക. നിർബന്ധമായിട്ടും പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒന്ന് വായിച്ചിട്ടെങ്കിലും പോവാം. അപ്പോൾ അത്രയാണ് നമ്മുടെ 3ാമത്തെ പാഠത്തിൻ്റെ പ്രധാന കാര്യങ്ങൾ. അപ്പോൾ ആസിഡും ആൽക്കലികൾ എന്താണെന്നുള്ള താരതമ്യം ചെയ്യുക. ലിറ്റ്മസ് പേപ്പറിൽ വരുമ്പോൾ അത് ആസിഡ് ചുവപ്പാവും, ആസിഡ് പൊള്ളും, അല്ലെങ്കിൽ ആസിഡ് പൊള്ളിയാൽ ചുവപ്പാവും എന്ന് ആലോചിക്കുക. അപ്പം ലിറ്റ്മസ് പേപ്പറിൽ അങ്ങനെയാണ്. പിന്നെ ആസിഡിൻ്റെ ഈ ഒരു നിർവചനം എന്ത് ചെയ്യണം? നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. അതിന് എനിക്ക് വേറൊന്നും പറഞ്ഞു തരാനില്ല. ആൽക്കലിയുടെയും നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ച് തന്നെ വെക്കുക. അതല്ലാതെ വേറെ കോഡൊന്നും എനിക്ക് അതിന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം അതങ്ങനെയാണ്. അത് പഠിച്ചു വെക്കുക തന്നെ വേണം. ഓക്കെ, ഇനി നിർവീര്യമാകൽ എന്തായാലും ഉറപ്പായിട്ടും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നിർവീര്യമാകൽ അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ ഫിനോഫ്തലിൻ ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. ഒരു ആസിഡും ഒരു ആൽക്കലിയും ചേർന്ന് ഒരു ലവണവും വെള്ളവും ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ് നിർവീര്യമാകൽ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് NaOHും HClഉം ചേർന്ന് NaClഉം H2O ഉണ്ടാകുന്നത്. അപ്പം അതും എന്ത് ചെയ്യുക? ആലോചിച്ച് വയ്ക്കുക. എന്തായാലും ഇത് മസ്റ്റായിട്ടും ചോദിക്കും കേട്ടോ. ലവണങ്ങളുടെ ഉപയോഗങ്ങളിൽ മെയിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കുമിൾനാശിനിയുടെയും ജലശുദ്ധീകരണത്തിൻ്റെയും KMnO4ഉം CSO4 5H2O നോക്കി വെക്കണം.
ബാക്കിയുള്ളതൊന്നും വായിച്ചിട്ട് പോയാലും മതി. pH സ്കെയിലിൻ്റെ നിങ്ങൾക്ക് ഏകദേശം അറിയുണ്ടാവും. ന്യൂട്രൽ എന്ന് പറയുന്നത് 7 ആണ്, 0 മുതൽ. അതായത് 7ൻ്റെ താഴെയുള്ളത് ആസിഡും 7ൻ്റെ മുകളിലുള്ളത് ആൽക്കലിയും എന്ന് ആലോചിച്ച് വെക്കുക. ഈ ഒരു പെട്ടി എന്ത് ചെയ്യുക, വായിച്ചിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് വായിച്ചിട്ടെങ്കിലും നിങ്ങൾ എക്സാമിന് പോവുക. അപ്പം നമ്മൾ 4ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം അല്ലേ. ഇനി പറയുന്ന അടുത്ത ചാപ്റ്റർ 4ാമത്തെ ചാപ്റ്ററാണ് ലോഹങ്ങൾ, അലോഹങ്ങൾ. ലോഹങ്ങൾ, അലോഹങ്ങൾ, ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. ലോഹങ്ങൾ, അലോഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ലോഹങ്ങളുടെ സവിശേഷ സ്വഭാവങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ലോഹങ്ങളുടെ സവിശേഷ സ്വഭാവങ്ങൾ. എന്തായിരിക്കും ലോഹങ്ങളുടെ സവിശേഷ സ്വഭാവങ്ങൾ? അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, ലോഹദ്യുതി, സൊണോരിറ്റി, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് സവിശേഷതകൾ എന്ന് ചോദിച്ചാൽ നമുക്ക് പോയിൻ്റായിട്ട് ലോഹദ്യുതി, സൊണോരിറ്റി, മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി ഒക്കെ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഇനി എന്താണ് മാലിയബിലിറ്റി എന്ന് ചോദിച്ചാലാണ് നമ്മൾ എന്ത് ചെയ്യുക, പെടുക. അപ്പോൾ അതെന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക കേട്ടോ. മാലിയബിലിറ്റി, ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കുന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി. നമ്മൾ എന്ത് ചെയ്യുക, മാലയൊക്കെ അടിച്ച് പരത്തൂലേ, മാലയൊക്കെ സ്വർണ്ണമാലയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അടിച്ച് പരത്തി ഉണ്ടാക്കാന്ന് ആലോചിക്കുക. അപ്പം മാലിയബിലിറ്റി, മാലിയബിലിറ്റി അടിച്ച് പരത്തിയിട്ട് മാലയാക്കുക എന്ന് ആലോചിക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഡെഫിനിഷൻ കിട്ടും കേട്ടോ. ഇനി മാലിയബിലിറ്റീൻ്റെ ഏറ്റവും അധികം മാലിയബിലിറ്റി ഉള്ള ലോഹം ഏതാണെന്ന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ മാലിയബിലിറ്റി ഏറ്റവും അധികം ഉള്ള ലോഹമാണ് ആര്? സ്വർണം. സ്വർണം മാലിയബിലിറ്റിക്ക് എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്വർണ്ണമാല എന്ന് ആലോചിച്ച് വയ്ക്കുക. സ്വർണം മാല, മാലിയബിലിറ്റി സ്വർണ്ണമാല, അങ്ങനെ ആലോചിച്ച് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും മാലിയബിലിറ്റി കൂടുതലുള്ള ആളെന്ന് പറയുമ്പം സ്വർണ്ണം നമുക്ക് കിട്ടിക്കോളൂ കേട്ടോ. ഇനി അടുത്തത് എന്താണ്? ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ സാധിക്കുന്ന സവിശേഷതയാണ് എന്ത്? ഡക്റ്റിലിറ്റി. അപ്പം നമ്മൾ കനം കുറഞ്ഞ പൈപ്പ് പോലത്തെ കമ്പികളാക്കി മാറ്റുന്ന സവിശേഷതയാണ് എന്തെന്ന് പറയുന്നത്? ഡക്റ്റിലിറ്റി എന്ന് പറയുന്ന സ്വഭാവ സവിശേഷത ആരുടെ? ലോഹങ്ങളുടെ. അപ്പം അതിൽ ഏറ്റവും അധികം ഡക്റ്റിലിറ്റി പ്രദർശിപ്പിക്കുന്ന ലോഹമാണ് ആര്? പ്ലാറ്റിനം. അത് നിങ്ങൾ പഠിക്കുക തന്നെ വേണം കേട്ടോ. അതിൽ പ്രത്യേകിച്ച് കൂടൊന്നുമില്ല. മറ്റൊന്ന് സ്വർണ്ണമാല എന്ന് ആലോചിച്ചാൽ മതി. ഇതെന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ഡക്റ്റിലിറ്റീൻ്റെ ഏറ്റവും കൂടുതലുള്ള ആളെന്ന് പറയുന്നത് പ്ലാറ്റിനമാണ്. പ്ലാറ്റിനം. ഇനി ഏറ്റവും അധികം താപചാലകത കാണിക്കുന്ന ലോഹം ആരാന്ന് ചോദിക്കും. കൂടാതെ ഏറ്റവും അധികം വൈദ്യുത ചാലകത കാണിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ രണ്ടിനും ഒറ്റ ഉത്തരവുള്ളൂ. അപ്പോൾ താപചാലകത കൂടുതലും വൈദ്യുത ചാലകത കൂടുതലും ഉള്ള ആളെന്ന് പറയുന്നത് സിൽവറാണ്. സിൽവറാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, ആലോചിക്കുമ്പോൾ നമ്മുടെ വൈദ്യുതി ചാലകത ശരിക്കും ഏറ്റവും കൂടുതൽ സിൽവറിനാണ് ഉള്ളത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വൈദ്യുതി കമ്പികളൊക്കെ കെട്ടാൻ നമ്മൾ എന്ത് ചെയ്യാണ്, കമ്പിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ചെമ്പ് കമ്പി അങ്ങനത്തെ കമ്പികളാണ്. നമ്മൾ ഒരിക്കലും സിൽവർ ഉപയോഗിക്കില്ല. കാരണം എന്താണ്, സിൽവർ ഉപയോഗിച്ച പിറ്റേന്ന് തന്നെ കള്ളന്മാർ വന്നിട്ട് സിൽവർ മോഷ്ടിച്ചുകൊണ്ട് അങ്ങ് പോകും കേട്ടോ. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ കറണ്ടിൻ്റെ ഒക്കെ കാര്യത്തിൽ നമ്മൾ എന്തുപയോഗിക്കാത്തത്, സിൽവർ ഉപയോഗിക്കാത്തത്. അപ്പം അതുകൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഞാൻ അറിവിന് വേണ്ടി പറഞ്ഞു തന്നാ കേട്ടോ. അപ്പം ഏറ്റവും അധികം ഡക്റ്റിലിറ്റി പ്രദർശിപ്പിക്കുന്നത് പ്ലാറ്റിനം. ഏറ്റവും അധികം മാലിയബിലിറ്റി പറയുന്നത് ആരായിരുന്നു? മാലിയബിലിറ്റി മാല, സ്വർണം. ഏറ്റവും കൂടുതൽ താപചാലകത ഉള്ളതും വൈദ്യുത ചാലകത ഉള്ളത് ആരാണ്? സിൽവർ. അപ്പം അതും ആലോചിച്ച് വെക്കുമല്ലോ. ഇനി പറയുന്നത് ലോഹങ്ങളെ മുറിക്കുമ്പോൾ, അപ്പം അതിന് നമ്മൾ ലോഹങ്ങൾ എന്തെങ്കിലും മുറിക്കുകയാണെങ്കിൽ പുതിയതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കം കൂടിയതായിരിക്കും. നമുക്കറിയാമല്ലോ, എന്തെങ്കിലും ഒരു കമ്പിയൊക്കെ മുറിക്കുമ്പോൾ ആ ഒരു ഭാഗം ഇങ്ങനെ തിളങ്ങും. ലോഹങ്ങളുടെ ഇത്തരം സവിശേഷതയാണ് ലോഹദ്യുതി. ദ്യുതി, തിളങ്ങുക, ദ്യുതി. അപ്പം അത് ആലോചിച്ച് വയ്ക്കുക. ലോഹങ്ങൾക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ സാധിക്കുന്ന കഴിവാണ് സൊണോരിറ്റി. സോണോരിറ്റി. അപ്പോൾ അതൊരു ശബ്ദം ഉണ്ടാക്കാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് സോണോരിറ്റി എന്ന് പറഞ്ഞ ആ ഒരു വാക്കൊന്നും കൂടി ആലോചിച്ച് വയ്ക്കുക. പിന്നെന്താണ് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇതൊക്കെ ഒരു മാർക്കിന് ചോദിക്കുന്ന സാധ്യത കൂടുതലായതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത്. ഇനി മെർക്കുറി സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. കുറേ പേർക്ക് അറിയാത്തൊരു കാര്യം കേട്ടോ അത്. ചിലപ്പോൾ ചിലവർക്ക് അറിയുണ്ടാവും. മെർക്കുറി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സാധാരണ ഊഷ്മാവിൽ ഒരു ദ്രാവകാവസ്ഥയിലായിരിക്കും നമ്മൾ മെർക്കുറീനെ കാണുക. ഇനി ഇലക്ട്രിക് ബൾബിൽ ഉപയോഗിക്കുന്ന ടങ്സ്റ്റൺ, അതായത് W എന്നാണ് ടങ്സ്റ്റൺ അറിയപ്പെടുന്നത്, അതാണ് ഏറ്റവും കൂടുതൽ ദ്രവണാങ്കം ഉള്ള ലോഹം എന്ന് പറയുന്നത്
ടങ്സ്റ്റൺ ആണ് നമ്മുടെ ബൾബിലൊക്കെ കാണുന്ന ടങ്സ്റ്റൺ എന്ന് പറഞ്ഞ ആളാണ് ഏറ്റവും കൂടുതൽ ദ്രവണാങ്കം ഉള്ള ലോഹം. എത്രയാണ് അതിൻ്റെ ദ്രവണാങ്കം എന്ന് ചോദിച്ചാൽ 3414 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിൻ്റെ ദ്രവണാങ്കം. അപ്പം അത്രയും കൂടുതലാണ് കേട്ടോ നമ്മുടെ അതായത് ടങ്സ്റ്റണിന് ഉള്ള ദ്രവണാങ്കം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ആപേക്ഷിക സാന്ദ്രത ഏറ്റവും അധികം ഉള്ള ലോഹമാണ് ഓസ്മിയം, OS. അപ്പം ഇത്തരം പോയിന്റ് നമ്മൾ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ചോദ്യമെങ്കിലും ഇതൊന്ന് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പം ഈ ഒരു 10-11 പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ ഏതെങ്കിലും ഒറ്റ ചോദ്യം എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒന്നെങ്കിൽ മാലബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണെന്നായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡക്റ്റിലിറ്റി ഉള്ള ലോഹം ഏതായിരിക്കും ചോദ്യം. അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മാലബിലിറ്റി കൂടുതൽ സ്വർണം, ഡക്റ്റിലിറ്റി കൂടുതൽ പ്ലാറ്റിനം, താപചാലകത കൂടുതൽ സിൽവർ, വൈദ്യുതചാലകത കൂടുതൽ സിൽവർ, പിന്നെന്താണ് പറയുന്നത്? സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നത് മർക്കുറി, ആപേക്ഷിക സാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് ഓസ്മിയം, ഏറ്റവും കൂടുതൽ ദ്രവണാങ്കം ഉള്ളത് ടങ്സ്റ്റൺ. അപ്പം അതൊക്കെ ഓരോ ചോദ്യങ്ങളാണെന്ന് നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെച്ച് പഠിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ പോയിന്റ് ആക്കി തന്നെ കൊടുത്തത്. പിന്നെ ലോഹങ്ങളുടെ സവിശേഷ സ്വഭാവങ്ങൾ ചോദിച്ചാൽ ലോഹദ്യുതി, സൊണോരിറ്റി, ദ്രവണാങ്കം, മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി, അതൊക്കെ ആലോചിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക? എക്സാമിന് പോവുക. ഇനി പറയാനുള്ള 2 പോയിന്റ് എന്ന് പറയുന്നത്, ഇത് ചോദിക്കാൻ കുറച്ച് ചാൻസ് ഉണ്ട് കേട്ടോ. ലോഹസങ്കരം, അതായത് ബ്രാസ് അല്ലെങ്കിൽ പിച്ചള ഏത് ലോഹങ്ങൾ ചേർന്ന് ഉണ്ടായിട്ടുള്ള ആളാണെന്ന് ചോദിക്കും. ബ്രാസിനെ ഉള്ള വേറൊരു പേരാണ് പിച്ചള എന്ന് പറയുന്നത്. നമ്മൾ പിച്ചള പാത്രമൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ബ്രാസ് എന്ന് പറഞ്ഞാൽ ലോഹസങ്കരം ഏതൊക്കെ ഘടക ലോഹങ്ങൾ ചേർന്നിട്ടുള്ളതാണെന്ന് ചോദിക്കുമ്പോൾ എന്താ ഇത്? കോപ്പറും സിങ്കും ചേർന്നിട്ടുള്ള ആൾക്കാരാണ് ബ്രാസ് അല്ലെങ്കിൽ പിച്ചള എന്ന് പറയുന്നത്. കോപ്പർ, Cu, Zn, സിങ്ക്, Cuയും Zനും ചേർന്നിട്ടുള്ള ആൾക്കാരാണ് ബ്രാസ്. കോപ്പറും സിങ്കും, അതാണ് ബ്രാസ്. ഇനി ബ്രോൺസ് അല്ലെങ്കിൽ ഓട്, അത് ആര് ചേർന്നിട്ടുള്ളതാണ്? കോപ്പറും ടിന്നും, അതാണ് SN പേരെന്ന് പറയുന്നത് സ്റ്റാനം, അങ്ങനെ എന്തോ ആണ്. അപ്പം അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കോപ്പറും ടിന്നും CuSn എന്ന് തന്നെ എഴുതിയാൽ മതി. Cuയും Sനും ചേർന്നിട്ടാണ് ബ്രോൺസ് അല്ലെങ്കിൽ ഓട്ട് പാത്രം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അത് ഉണ്ടാക്കിയിരുന്നത് ഇത്തരം ഘടകലോഹങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ആ പോയിന്റ് എന്ത് ചെയ്യുക? മറക്കാതെ പഠിക്കുക. ഇനിയുള്ള അടുത്ത പെട്ടി എന്ന് പറയുന്നത്, ഇതൊക്കെ വലിയ വലിയ പെട്ടികളാണ്. ഇതിലൊക്കെ അപ്പുറത്തൊക്കെ കുറേ സാധനങ്ങൾ ഉണ്ടാവും. അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഈ ലോഹസങ്കരം, ഘടക ലോഹങ്ങളുള്ള കുറച്ച് അധിക ലോഹസങ്കരം കൂടി അതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്രയൊന്നും വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം? ചോദിക്കാൻ സാധ്യത ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്യുക? പഠിച്ചിട്ട് പോവാം. ഇനി പറയുന്നത് ലോഹങ്ങളും അതിൻ്റെ അയിരുകളുമാണ്. അപ്പോൾ അലൂമിനിയം എന്ന ലോഹത്തിൻ്റെ അയിരാണ് ആര്? ബോക്സൈറ്റ്. ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ്? അപ്പോൾ ഏതാണ് അലൂമിനിയത്തിൻ്റെ അയിര്? ബോക്സൈറ്റ്. ഏതാണ്? ബോക്സൈറ്റ്. അലൂമിനിയം ബോക്സൈറ്റ് മറക്കരുത് കേട്ടോ. അലൂമിനിയം ബോക്സൈറ്റ്. ഇനി അയേണിന് 2 അയിരുകളുണ്ട്. ഏതൊക്കെയാണ്? ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. അപ്പോൾ 2 ടൈറ്റ് പറഞ്ഞ സാധനങ്ങൾ വരുന്നുണ്ടെന്നാണ്. ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. അപ്പോൾ ആലോചിച്ച അയേണിൻ്റെ കാര്യം നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. അയേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? SiO, നമ്മളറിയാലോ അല്ലേ. ഇനി പറയുന്നത് കോപ്പർ എന്ന ലോഹമാണ്. കോപ്പർ പൈറൈറ്റ്സ് എന്ന അയിരാണ് കോപ്പർ എന്ന ലോഹത്തിനുള്ളത്. സിങ്കിനോ? സിങ്ക് ബ്ലെൻഡും കലാമിനും ആണ് നമ്മുടെ അതായത് സിങ്ക് ലോഹത്തിൻ്റെ അയിരുകൾ എന്ന് പറയുന്നത്. സിങ്ക് ബ്ലെൻഡും കലാമിനും ആണ്. അപ്പം അലൂമിനിയത്തിൻ്റെ ബോക്സൈറ്റ് ആണെന്ന് ആലോചിച്ച് വയ്ക്കുക. അയേണിൻ്റെ ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ്. കോപ്പറിൻ്റെത് കോപ്പർ പൈറൈറ്റ്സ് ആണ്. സിങ്കിൻ്റെത് സിങ്ക് ബ്ലെൻഡും കലാമിനുമാണ്. അപ്പം അത് പഠിച്ചല്ലോ. ഇനി കുറച്ച് ലോഹങ്ങളുടെ സ്വഭാവ സവിശേഷതകളാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് വായിച്ച് വിട്ടിട്ട് നമ്മുടെ എക്സാമിന് പോവുക. കാരണം ഇടയിൽ എപ്പോഴെങ്കിലും ഒക്കെ ചോദിക്കാൻ വേണ്ടി ചാൻസ് കൂടുതലാണ്. അപ്പം വൈദ്യുത കമ്പികൾ എന്താണ് അതിൻ്റെ സവിശേഷത ചോദിക്കും, ഡക്റ്റിലിറ്റി ആണ്. സ്വർണ്ണാഭരണങ്ങളുടെ സവിശേഷതകൾ ചോദിക്കുമ്പം ഡക്റ്റിലിറ്റിയും ഉണ്ട്, മാലിയബിലിറ്റി ഉണ്ട്. മാലിയബിലിറ്റി സ്വർണ്ണമാല നമ്മൾ പറഞ്ഞല്ലോ. അലുമിനിയം ഫോയിലും റൂഫിംഗ് ഷീറ്റും നാഗത്തകിടൊക്കെ ഏതാണ്? മാലിയബിലിറ്റി ആണ് അതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്.
കൃഷി ആയുധങ്ങൾക്ക് എന്താണ് കാഠിന്യമാണ് ലോഹത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. പാചക പാത്രങ്ങളാണെങ്കിലും അതിന് കാഠിന്യവും താപചാലകതയാണ് ഉള്ളത്. ഇനി മണികൾ നമ്മൾ പറഞ്ഞു അല്ലേ, ശബ്ദം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് നമ്മുടെ ലോഹങ്ങൾക്ക്. ഇപ്പോൾ സൊണോരിറ്റി അതൊരു സവിശേഷതയാണ്. ബൾബ് ഫിലമെൻറ്റിന് എന്താണുള്ളത്, ഉയർന്ന ദ്രവണാങ്കം. ഇപ്പോൾ നമ്മൾ ബൾബിലുള്ള ടങ്സ്റ്റൻ്റെ കാര്യം പറഞ്ഞു. ടങ്സ്റ്റൻ്റെ എത്രയായിരുന്നു അതിൻ്റെ ദ്രവണാങ്കം? 3414 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു നമ്മുടെ ദ്രവണാങ്കം എന്ന് പറയുന്നത്. അപ്പോൾ അതും എന്താണ്, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സവിശേഷതയാണ്. അപ്പോൾ അത് പഠിച്ചല്ലോ. ഇനിയുള്ള പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്, ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്, ചോദ്യം എങ്ങനെയായിരിക്കും, എന്തുകൊണ്ടാണ് സോഡിയവും പൊട്ടാസ്യവും മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത് എന്നൊരു ചോദ്യം എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടായിരിക്കും സോഡിയവും പൊട്ടാസ്യവും മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത്? കാരണം സോഡിയവും പൊട്ടാസ്യവും തുടങ്ങിയ ലോഹങ്ങൾക്ക് തണുത്ത ജലവുമായി പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ സോഡിയവും പൊട്ടാസ്യം എന്ത് ചെയ്യുക, നമ്മുടെ തണുത്ത ജലത്തിലിട്ടാൽ അതിന് എന്ത് ചെയ്യും, റിയാക്ഷൻ സംഭവിക്കും. അതുകൊണ്ടാണ് അവ മണ്ണെണ്ണയിൽ സൂക്ഷിച്ചു വയ്ക്കുന്നത്. അപ്പം നമ്മളൊരു ലാബ് ചെന്നാൽ എപ്പോഴും സോഡിയവും പൊട്ടാസ്യവും മണ്ണെണ്ണയിലെ ആയിരിക്കും സൂക്ഷിച്ച് വെക്കാറ് ഉണ്ടാവുക കേട്ടോ. തണുത്ത ജലത്തിലൊക്കെ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം ഒക്കെ ഇട്ടാൽ ഇത് പൊട്ടിത്തെറിക്കാൻ ഉള്ള സാധ്യത ഉണ്ട്. അപ്പോൾ സോഡിയം മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നതൊന്നും ആലോചിച്ച് വെക്കാം. ഇനി കഠിനജലവും മൃദുജലവും എന്താണെന്ന് നോക്കാൻ പോവുക. ഇതെപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, അധികം പ്രാവശ്യം ചോദിക്കും. പിന്നെ താൽക്കാലിക കാഠിന്യവും അതും ചോദിക്കാറുണ്ട്, സ്ഥിര കാഠിന്യവും ചോദിക്കാറുണ്ട്. സോപ്പ് നന്നായി പതയുന്ന ജലമാണ് മൃദുജലം, എന്നാൽ സോപ്പ് നന്നായി പതയാത്ത ജലമാണ് കഠിനജലം. ജലത്തിൻ്റെ കാഠിന്യത്തെ രണ്ടായി നമുക്ക് തരംതിരിക്കാം. അതാണ് സ്ഥിര കാഠിന്യവും താൽക്കാലിക കാഠിന്യവും. ജലത്തിൽ ലയിച്ചിരിക്കുന്ന ലവണങ്ങളാണ് കാഠിന്യത്തിന് കാരണം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഇനിയോ താൽക്കാലിക കാഠിന്യം മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ മതി, ജലം തിളപ്പിച്ചാൽ നമുക്ക് താൽക്കാലിക കാഠിന്യം മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്നാൽ സ്ഥിര കാഠിന്യം രാസപ്രക്രിയയിലൂടെ മാത്രമേ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ കൂടി മനസ്സിലാക്കി വെക്കാം. ഈ ഒരു ഇതെന്ന് എപ്പോഴും എവിടെന്നെങ്കിലുമൊക്കെ ആയിട്ട് ചോദ്യം വരും. അതായത് താൽക്കാലിക കാഠിന്യം നമ്മൾ എന്ത് ചെയ്താലാണത് ഇതിന് മാറ്റം സംഭവിക്കാമെന്ന് ചോദിക്കുക. അപ്പോൾ എന്താണ് പറയുക ചോദ്യത്തിന് ഉത്തരം? താൽക്കാലിക കാഠിന്യം എങ്ങനെയാണ് നമ്മൾ മാറ്റുക? താൽക്കാലിക കാഠിന്യം മാറ്റുക നമുക്ക് ജലം തിളപ്പിച്ചാൽ മതി. ഇനി പറയുന്നത് സ്ഥിര കാഠിന്യം എങ്ങനെ നമ്മൾ മാറ്റുക? അത് രാസപ്രക്രിയയിലൂടെ മാത്രമേ നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുള്ളൂ. ഈ സ്ഥിര കാഠിന്യത്തിന് കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? CaCl2, CaSO4, MgCl2, MgSO4. ഇനി താൽക്കാലിക കാഠിന്യമാണെങ്കിൽ CaHCO3 twice അല്ലെങ്കിൽ MgHCO3 twice. അപ്പം താൽക്കാലിക കാഠിന്യത്തിൽ HCO3 എന്ന് പറയുന്ന ഒരാളുണ്ട്. സ്ഥിര കാഠിന്യത്തിൽ Cl2 അല്ലെങ്കിൽ SO4 എന്ന് പറഞ്ഞ ലവണവും ഉണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക, ആലോചിച്ചിട്ട് വെക്കുക. അപ്പം സ്ഥിര കാഠിന്യവും താൽക്കാലിക കാഠിന്യവും വേർതിരിക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ആ ആൾക്കാരെ വെച്ചിട്ടേ നമുക്ക് വേർതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ആ ചോദ്യവും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടെ നോക്കി വെക്കുക. പിന്നെ കഠിനജലം മൃദുലജലം നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അത്രയാണ് അതിൽ പറയുന്നത്. ഇനിയുള്ളത് കാർബണിൻ്റെ അലോട്രോപ്പുകൾ അല്ലെങ്കിൽ രൂപാന്തരത്വമുള്ള ആൾക്കാരെ ആരൊക്കെയാണെന്ന് ചിലപ്പം ചോദിക്കും. അതാരൊക്കെയാണ്? ഗ്രാഫൈറ്റ് ഉണ്ട്, ഡയമണ്ട് ഉണ്ട് അല്ലെങ്കിൽ വജ്രം, പിന്നെ ഫുള്ളറി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഗ്രാഫീൻ എന്ന് പറഞ്ഞ ആളുണ്ട്. ഗ്രാഫൈറ്റ്, ഡയമണ്ട്, ഫുള്ളറിൻ, ഗ്രാഫീൻ, അതാണ് കാർബണിൻ്റെ അലോട്രോപ്പുകൾ അല്ലെങ്കിൽ രൂപാന്തരത്വം ഉള്ള ആൾക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ അലോട്രോപ്പുകൾ ആരൊക്കെയാണ്? കാർബണിൻ്റെ അല്ലെങ്കിൽ ഡയമണ്ട് ഒരു അലോട്രോപ്പ് ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അലോട്രോപ്പിന് ഉദാഹരണം നൽകൂ എന്നൊക്കെ ചോദ്യം ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോയിന്റ് എളുപ്പമായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനിയുള്ള മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷ വായുവിൻ്റെ പ്രധാന ഘടകങ്ങൾ. അതിൽ കണ്ടോ നമ്മുടെ പ്രധാന ഘടകങ്ങളെയും ഉണ്ട്, പ്രധാന ഘടകങ്ങളുടെ ശതമാനവും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നോക്കി വെക്കുക. 2 പാഠത്തിൽ ഈ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അന്തരീക്ഷ വായുവിൻ്റെ പ്രധാന ഘടകം നൈട്രജൻ ആണ്. ആ നൈട്രജൻ എത്ര ശതമാനം ഉണ്ട്? 78% നമ്മുടെ അന്തരീക്ഷത്തിൽ നൈട്രജൻ ആണ് കാണുന്നതെന്ന് പഠിച്ചു വെക്കുക. 78%. ഓക്സിജൻ ആണെങ്കിൽ 21% ഉള്ളൂ. ഓക്സിജൻ 21% ഉള്ളൂ. ആർഗൺ ആണെങ്കിലോ 0.9 ഉള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡ് 0.04 ഉള്ളൂ. അപ്പോൾ 78, 21, 9, 0.04. അങ്ങനെ പഠിച്ചു വെച്ചാലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടുള്ളൂ. ഇനി അടുത്ത പറയുന്നത് എന്താണ്? നമ്മുടെ ആഹാരത്തിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? അന്നജമാണ്. ഈ അന്നജത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഓക്സിജനെ നിർമ്മിക്കുന്നത് എന്നുകൂടെ നമുക്ക് പഠിച്ചു വെക്കേണ്ട ആവശ്യകത ഉണ്ട്.
ഈർപ്പരഹിതമായ ഒരു ബോയിലിംഗ് ട്യൂബിൽ അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്ത് ചൂടാക്കുക. പുറത്തു വരുന്ന വാതകം ഓക്സിജനാണ്. ഈ ബോയിലിംഗ് ട്യൂബിൽ ട്യൂബിനുള്ളിൽ ഒരു എരിയുന്ന തീക്കൊള്ളി കടത്തുക. അപ്പം അത് കത്തും. തീ ആളി കത്തിയതായി കാണാം. ഇതിന് കാരണം ആരാണ്? ഓക്സിജൻ ആണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഓക്സിജൻ ഉണ്ടെന്ന്, അല്ലെങ്കിൽ ഓക്സിജന് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുക. അപ്പം എന്താണ് അതിൻ്റെ റിയാക്ഷൻ എന്ന് നോക്കിയേ. 2KMnO4, അതായത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് ആ സംഭവം. അതിനെ നമ്മൾ എന്ത് ചെയ്തു? കൊളുത്തിയപ്പോൾ ഓക്സിജൻ കിട്ടിയെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അത് ഓക്സിജൻ എങ്ങനെ നിർമ്മിക്കുക എന്നുള്ളൊരു പരീക്ഷണത്തിൻ്റെ ഇതാണ്. അപ്പോൾ അതെന്താണ്, ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2023 തോന്നുന്നുണ്ട്, 22 സംശയമുണ്ട്. അപ്പോൾ എന്താണ്, ആ ഒരു ചോദ്യം ചോദിച്ചത് കൊണ്ടാണ് ഇവിടെ കൊടുത്തത്. അപ്പം അതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ അത്രയുള്ള നമ്മുടെ ലോഹങ്ങളുടെ. അപ്പോൾ ലോഹങ്ങളുടെ കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ച് തന്നെ പോവുക. ഈ പെട്ടിക്കോളൊക്കെയാണ് കൂടുതലായിട്ട് നമ്മുടെ ലോഹങ്ങളുടെ അതിൽ പറയാനുള്ളത്. പിന്നെ ലോഹങ്ങളുടെ സ്വഭാവ സവിശേഷത. എല്ലാ കൊല്ലവും നമ്മുടെ ലോഹങ്ങളുടെ സ്വഭാവ സവിശേഷതയിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ ലോഹങ്ങളുടെ സ്വഭാവ സവിശേഷത ഒരിക്കലും സ്കിപ്പ് ചെയ്തിട്ട് പോകരുത്. അത് പഠിച്ചിട്ട് തന്നെ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം 5ാമത്തെ ചാപ്റ്റർ ഏതാണ്? കാർബണിക രസതന്ത്രം. അപ്പോൾ നമ്മൾ കിടക്കാൻ പോകുന്നത് കാർബണിക രസതന്ത്രത്തിലേക്കാണ്. കാർബൺ സംയുക്തങ്ങൾ ഉണ്ടാകാൻ ഉള്ള കാരണം. അപ്പം കാർബണ് ഒരുപാട് സംയുക്തങ്ങൾ ഉണ്ട്. ഒട്ടനവധി സംയുക്തങ്ങളെ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരാളാണ് കാർബൺ എന്ന് പറയുന്നത്. കാർബണിന് 4 വാലൻസി ഉള്ളത് കൊണ്ടാണ് അതിന് നമുക്ക് കാർബണിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ കാർബണിന് അത്രയും അധികം സംയുക്തങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ട 4 പോയിൻ്റാണ്. ഒന്ന് സംയോജകത, ഒന്ന് കാറ്റിനേഷൻ, ഒന്ന് ബഹുബന്ധനം, ഒന്ന് ഐസോമറിസം. ഐസോമറിസം ഇവിടെയാണ് വരുന്നത് കേട്ടോ. ഐസോമറിസം മറ്റേ ഐസോടോപ്പിൽ കൊണ്ട് എഴുതരുത്. സംയോജകത, കാറ്റിനേഷൻ, ബഹുബന്ധനം, ഐസോമറിസം, ഇതാണ് നമ്മുടെ കാർബൺ സംയുക്തങ്ങളുടെ ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. സംയോജകത എന്താണ്? കാർബണിൻ്റെ സംയോജകത എന്ന് പറയുന്നത് 4ആണ്. കാർബൺ കാറ്റിനേഷൻ, അതായത് അടുത്ത കാറ്റിനേഷൻ ആണ് പറയുന്നത്. കാർബൺ കാറ്റിനേഷൻ എന്ന പ്രത്യേകത പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരു കാർബൺ ആറ്റത്തിന് മറ്റു കാർബൺ ആറ്റങ്ങളുമായി സഹസംയോജനത്തിൽ വ്യത്യസ്ത രീതിയിലുള്ള ചങ്ങലകൾ ഉണ്ടാക്കുന്നതിനുള്ള കഴിവുണ്ട്. ഇതിനെയാണ് കാറ്റിനേഷൻ എന്ന് വിളിക്കുന്നത്. സിലിക്കോണിനും എന്താണ് ഈ ഒരു സവിശേഷത ഉണ്ട്. നമ്മളിപ്പം കാർബണിൻ്റെ കാര്യം മാത്രം പഠിച്ചാൽ മതി. ഇനി പറയുന്നത് ബഹുബന്ധനം എന്നുള്ള ഒരു സവിശേഷതയാണ്. കാർബൺ ആറ്റങ്ങൾ തമ്മിലും മറ്റു ചില മൂലകങ്ങളുമായും ഏകബന്ധനം, ദ്വിബന്ധനം, ത്രിബന്ധനം എന്നിവയിൽ ഏർപ്പെടാനുള്ള കഴിവ് ആർക്കുണ്ട്? കാർബണിനുണ്ട്. അപ്പം കാർബണായിട്ടും കാർബൺ നൈട്രജനായിട്ടും കാർബൺ ഓക്സിജനായിട്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ബഹുബന്ധനം എന്ന് പറയുന്ന ഒരു സവിശേഷതയും നമ്മുടെ കാർബൺ സംയുക്തത്തിനുണ്ട്. പിന്നെ പറയുന്നത് ഐസോമരസമാണ്. ഒരേ രാസസൂത്രവും വ്യത്യസ്ത ഘടനാവാക്യങ്ങളുമുള്ള സംയുക്തങ്ങളാണ് ഐസോമറുകൾ. ഈ പ്രതിഭാസത്തെ ഐസോമറിസം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒരേ നമ്പർ ആയിരിക്കും ചിലപ്പം ഒരു ഇതിനുണ്ടാവുക, ഒരേ രാസസൂത്രമായിരിക്കും. ആ രാസസൂത്രം തന്നെ നമുക്ക് പല പോലെ എഴുതാൻ വേണ്ടിയിട്ടും പല പോലെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. അപ്പം വേറെ വേറെ കോമ്പൗണ്ടായിട്ട് മാറാനുള്ള കഴിവുണ്ട് ഈ കാർബൺ സംയുക്തങ്ങൾക്ക്. അപ്പോൾ അതൊരു ഐസോമറിസം എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ സവിശേഷതയാണ്. അപ്പോൾ 4 മെയിൻ പ്രോപ്പർട്ടി അല്ലെങ്കിൽ സവിശേഷതയാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? ബഹുബന്ധനം, സംയോജകത, കാറ്റിനേഷൻ, ഐസോമറിസം. അപ്പം എന്ത് ചെയ്യുക? ആ 4 മസ്റ്റായിട്ട് ആ പോയിന്റ് എന്തായാലും വേണം. സംയോജകത, കാറ്റിനേഷൻ, ബഹുബന്ധനം, ഐസോമറിസം. സംയോജകത, കാറ്റിനേഷൻ, ബഹുബന്ധനം, ഐസോമറിസം. എന്തായാലും അത് പഠിച്ചിട്ട് നമുക്ക് ഈ ഒരു പാഠത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. അപ്പോൾ എന്താണ് ഹൈഡ്രോ കാർബണുകൾ എന്നൊരു ചോദ്യം കൂടി ചോദിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ കൊല്ലം ചോദിച്ചതാണ്. എന്താണ് ഹൈഡ്രോ കാർബണുകൾ? എന്തായിരുന്നു ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്നത്? എന്താ ഹൈഡ്രോ കാർബണുകൾ എന്ന്? ഹൈഡ്രജനും കാർബണും അല്ലെങ്കിൽ കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയ സംയുക്തങ്ങളാണ് ഹൈഡ്രോ കാർബണുകൾ. കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയ സംയുക്തങ്ങളാണ് ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്നത്. ഈ ഹൈഡ്രോ കാർബണുകൾക്ക് തന്നെ കുറച്ചധികം കുറച്ചധികം നമ്മൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഹൈഡ്രോ കാർബണിൻ്റെ ചാപ്റ്റർ ആണല്ലോ ഇത്. ഈ ഒരു സംഭവം, ഈ ഒരു ബോക്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ പകുതി ഈ ചാപ്റ്റർ തീർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഹൈഡ്രോ കാർബണുകൾക്ക് 2 ഡിവിഷനുകൾ ഉണ്ട്. എന്തൊക്കെയാണത്? ഓപ്പൺ ചെയിൻ അഥവാ ആലിഫാറ്റിക് സംയുക്തങ്ങൾ. മറ്റേതെന്താ?
വലയ സംയുക്തങ്ങൾ അഥവാ സൈക്ലിക് സംയുക്തങ്ങൾ. അപ്പം ആലിഫാറ്റിക്കും ഉണ്ട്, സൈക്ലിക് സംയുക്തം ഉണ്ട്. ഈ ആലിഫാറ്റിക് എന്ന് പറഞ്ഞാൽ ഇവയുടെ തന്മാത്രയിൽ കാർബൺ ആറ്റം തുറന്ന ശൃംഖലകളായി കാണപ്പെടുന്നത്. ഓപ്പൺ ചെയിൻ അല്ലെങ്കിൽ തുറന്ന ശൃംഖലകളായിട്ടാണ് കാണപ്പെടുക. ഈ വലയ സംയുക്തങ്ങളിലാവട്ടെ തന്മാത്രയിൽ കാർബൺ ആറ്റങ്ങൾ തമ്മിൽ ബന്ധിച്ച് വലയങ്ങൾ രൂപപ്പെടുന്നത്. ഒരു സൈക്ലിക് ആയിരിക്കും, വലയങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം ഓപ്പൺ ചെയിൻ ഉണ്ട്, വലയ സംയുക്തങ്ങൾ അല്ലെങ്കിൽ ആലിഫാറ്റിക്കും വലയ സംയുക്തങ്ങളും. ഇനി ആലിഫാറ്റിക്കിൽ തന്നെ 2 ഡിവിഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? പൂരിത ഹൈഡ്രോ കാർബണുകളും അപൂരിത ഹൈഡ്രോ കാർബണുകളും. പൂരിത ഹൈഡ്രോ കാർബണുകൾ എന്ന് പറഞ്ഞാൽ കാർബൺ ആറ്റത്തിൻ്റെ സംയോജകത മുഴുവൻ ഏകബന്ധനം, അതായത് ഒറ്റ ബോണ്ട് ഉണ്ടാവുള്ളൂ, ഏകബന്ധനം വഴി പൂർത്തീകരിക്കുന്നതാണ് ആൽക്കൈനുകൾ. അതിൻ്റെ ഫോർമുല എത്രയാണ്? CnH2n+2. അത് മറന്നു പോയത് കേട്ടോ, അതും പഠിക്കാനുള്ളതാണ്. പൂരിത ഹൈഡ്രോ കാർബണുകളുടെ ഫോർമുല എന്ന് പറയുന്നത് CnH2n+2 ആണ്. ഇനി അപൂരിത ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്നത് കാർബൺ ആറ്റങ്ങൾ തമ്മിൽ ദ്വിബന്ധനമോ ത്രിബന്ധനമോ ഉണ്ടായിരിക്കുന്ന ആൾക്കാരാണ്. അതിൽ തന്നെ ദ്വിബന്ധനമുള്ളത് CnH2n-ഉം ത്രിബന്ധനമുള്ളത് CnH2n+2 ആണ് എന്നുകൂടെ മനസ്സിലാക്കി വെക്കണം. അപ്പം ആൽക്കെയിന്, ആൽക്കീന്, ആൽക്കൈന് എന്നിവയാണ് ആ 3 എണ്ണം എന്ന് പറയുന്നത്. ഇക്വേഷൻ വരുന്ന 3 പെട്ടി നോക്കുക. ആൽക്കൈനുകൾ എന്ന് പറയുന്നത് CnH2n+2 ആണ്. ദ്വിബന്ധനത്തിലുള്ള ആൽക്കീനുകൾ എന്ന് പറയുന്നത് CnH2n ആണ്. ത്രിബന്ധനത്തിലുള്ള ആൽക്കൈനുകൾ എന്ന് പറയുന്നത് CnH2n-2 ആണ്. അപ്പോൾ ആ 3 വാക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാതെ എന്ത് ചെയ്യുക? പഠിച്ച് വെക്കുക കേട്ടോ. ഇനി വലയ സംയുക്തങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞു. സൈക്ലിക് സംയുക്തങ്ങൾ അവയുടെ തന്മാത്രയിൽ കാർബൺ ആറ്റങ്ങൾ, അത് പറഞ്ഞു അല്ലേ. അതിൽ ഹോമോസൈക്ലിക്കും ഉണ്ട്, ഹെട്രോസൈക്ലിക്കും ഉണ്ട്. കാർബൺ ആറ്റങ്ങൾ മാത്രമുള്ള വലയങ്ങളാണ് ഹോമോസൈക്ലിക് എന്ന് പറയുന്നത്. ഹെട്രോസൈക്ലിക് എന്ന് പറഞ്ഞാൽ കാർബൺ ആറ്റത്തോടൊപ്പം മറ്റ് ആറ്റങ്ങളുമുള്ള ആറ്റത്തോടൊപ്പം മറ്റ് ആറ്റങ്ങളുള്ള വലിയ സംയുക്തങ്ങളാണ് നമ്മുടെ ഹെട്രോസൈക്ലിക് എന്ന് പറയുന്നത്. അതിൽ തന്നെ ആരോമാറ്റിക് സംയുക്തങ്ങളുണ്ട്. അതിന് സ്ഥിരതയും സവിശേഷത ഗുണങ്ങളുള്ള വലയ സംയുക്തങ്ങളാണ് ആരോമാറ്റിക് എന്ന് പറയുന്നത്. ഇനി ആലിസൈക്ലിക് സംയുക്തങ്ങൾ എന്ന് പറയുന്നത് ആലിഫാറ്റിക് സംയുക്തങ്ങളോട് സാദൃശ്യമുള്ള വലയ സംയുക്തങ്ങളാണ്. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ആ ഒരു ബോക്സ് എന്ന് പറയുന്നത്. ആ ബോക്സ് നിർബന്ധമായിട്ടും നമ്മൾ വായിച്ച് പഠിച്ചു പോകണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാമിന് ഈ ചാപ്റ്ററിലുള്ള പാഠങ്ങൾക്ക് ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ എന്നും കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കാം. ഇനി നമുക്ക് സൂത്രവാക്യം, അതായത് നമ്മുടെ തന്മാത്ര സൂത്രവാക്യം, അതായത് നമ്മൾ IUPAC നാമം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി പഠിക്കാനുള്ളത്. നമ്മൾ ശരിക്കും ഇത് പഠിച്ചാൽ തന്നെ നമുക്ക് പേരിടാൻ വേണ്ടിയിട്ട് എളുപ്പമായിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും. ഇതിൽ നോക്കിക്കേ, ഫസ്റ്റ് ഉള്ള ആളെ നോക്കിക്കേ, C എത്ര എണ്ണം ഉണ്ട് എന്ന് അതിൽ നോക്കിയാൽ മതി. ഒറ്റ C ഉള്ളൂ അല്ലേ. ഒറ്റ C ഉള്ളതിനെ മെത്ത് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അടിയിൽ രണ്ടാമത്തെ നോക്കിയേ, C2H6 ആണ്. അപ്പം C2 വരുമ്പം എത്താണ് അതിൻ്റെ പേര്. C3 ആണെങ്കിൽ അതിൻ്റെ പേര് പ്രൊപ്പാവും. C4 ആവുമ്പോൾ അതിൻ്റെ പേര് ബ്യൂട്ടാവും. C5 ആവുമ്പോൾ അതിൻ്റെ പേര് പെൻഡാവും. C6 ആണെങ്കിൽ ഹെക്സ്, 7 ആണെങ്കിൽ ഹെപ്റ്റ്, 8 ആണെങ്കിൽ ഒക്റ്റ്, 9 ആണെങ്കിൽ നൊണ്ണ്, 10 ആണെങ്കിൽ ഡെക്ക്. അപ്പം സീൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ പേര് നിർണ്ണയിക്കാമെന്ന് ആലോചിച്ച് വെക്കുക. അപ്പോൾ എത്ര കാർബൺ ഉണ്ട്, നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഇത് തന്നിട്ട്, സൂത്രവാക്യം തന്നിട്ട് അതിൻ്റെ പേര് നമ്മളോട് എഴുതാൻ പറയുമ്പം എത്ര C അതിലുണ്ട് എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോഴേ നമുക്ക് മെത്താണോ എത്താണോ പ്രൊപ്പാണോ ബ്യൂട്ടാണോ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ആ ഒരു സാധനം നമ്മൾ പഠിച്ചു വെക്കണം. മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട്, മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻഡ്, മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻഡ്, ഹെക്സ് ഹെപ്റ്റ് ഒക്റ്റ് നണ്ണ് ഡെക്ക്, അങ്ങനെ തന്നെ പഠിച്ചു പോകണം. മെത്ത് നമ്മൾ 1 2 3 4 പഠിക്കാൻ പഠിച്ചില്ലേ, അതേമാതിരി തന്നെ നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ് മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻഡ് ഹെക്സ് ഹെപ്റ്റ് ഒക്റ്റ് നണ്ണ് ഡെക്ക്. അത് പഠിച്ചു പോയാലേ നമുക്ക് പേരിടാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇതിലൊരു 5 വരെ ഉള്ളതെങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പേരിടാൻ പറ്റുള്ളൂ. അപ്പം മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻഡ് 5 എണ്ണം പഠിച്ചാൽ മതി. മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻഡ്. ഓക്കെ, ബാക്കി അങ്ങനെ അങ്ങോട്ട് ഫില്ല് ചെയ്തിട്ട് H3 അങ്ങോട്ട് ഫില്ല് ചെയ്ത്, അല്ല ഹൈഡ്രജൻ വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ആൽക്കൈനുകളോ അതിൻ്റെ എന്താണ് നമ്മൾ ആ പെട്ടിയിലുള്ളത് പറഞ്ഞു അല്ലേ. അപ്പോൾ ആൽക്കൈനുകൾ എന്ന് പറയുമ്പം ഒരു ബോണ്ടേ ഉണ്ടാവുള്ളൂ. ആ ചിത്രത്തിൽ നോക്കിയേ, ഒരു ബോണ്ടേ ഉള്ളൂ അല്ലേ. സിയും തമ്മിൽ. സിക്ക് പുറത്ത് 4 വാലൻസി, 2 Cക്കും 4 വാലൻസി ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്തണം.
അപ്പോൾ CnH2n+2 എന്ന് പറയുമ്പം ആൽക്കെയിൻ ANE. ഇനി ആൽക്കീൻ വരുമ്പം ENE ആണ് വരിക. അതെന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് ഉള്ള ആൾക്കാരാണ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് CnH2n ആയിരിക്കും. ഇനി ആൽക്കൈൻ എന്ന് പറയുമ്പോൾ Y ആണ് വരിക. അതിന് ട്രിപ്പിൾ ബോണ്ട് ആണുള്ളത്. അതിൻ്റെ ഇക്വേഷൻ CnH2n-2 ആയിരിക്കും. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ. ഇനി മെയിനായിട്ട് പറയുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേരുകളാണ്. ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേര് എല്ലാ തവണയും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കഴിഞ്ഞ തവണയും ചോദിച്ചു, അതിൻ്റെ മുന്നത്തെ തവണയും ചോദിച്ചു, അതിൻ്റെ മുന്നത്തെ തവണയും ചോദിച്ചു. അപ്പം എല്ലാ കൊല്ലവും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ആൾക്കാരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. 2023 സെപ്റ്റംബറിൽ ചോദിച്ചതാണ്. OHൻ്റെ അതെന്ന് പറയുന്നത് ഏതാണ്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ആൽക്കഹോൾ ആണ് അതിലുള്ളത്. അതെന്ന് പറയുന്നത് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണെന്ന് ചോദിച്ചപ്പോൾ OH തന്നിട്ട് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആൽക്കഹോൾ അതെന്ന് പറയണം. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പ് COOH ആണ് തരുന്നെങ്കിൽ നമ്മൾ എന്ത് പറയണം? അത് കാർബോക്സിൽ ഗ്രൂപ്പാണെന്ന് നമ്മൾ പറയണം. ഇനി വെറും ഒരു X ഇട്ടിട്ട് FO അല്ലെങ്കിൽ CLO BRO ആണ് തരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹാലോജൻ ആണെന്ന് പറയണം. വെറും CHO ആണെങ്കിൽ ആൽഡിഹൈഡ് ആണത്, അല്ലെങ്കിൽ CO എന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് കീറ്റോ ഗ്രൂപ്പാണ്. ഇനി RCH3 അല്ലെങ്കിൽ COR അങ്ങനെ ഒരു സാധനം വരുമ്പോൾ അത് എസ്റ്റർ ഗ്രൂപ്പാണ്. അതൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് നമ്മൾ മെയിനായിട്ട് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പും ആൽഡിഹൈഡും ആണ് നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അപ്പം അതെന്ത് ചെയ്യുക? മറന്നു പോവാതെ അത് പഠിച്ചു വയ്ക്കുക. OH എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും COH എന്ന് പറഞ്ഞാൽ കാർബോക്സിൽ ഗ്രൂപ്പും CHO എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ് ഗ്രൂപ്പാണെന്നും മനസ്സിലാക്കി വെച്ചാൽ നമ്മുടെ ഈ ടോപ്പിക്കിലെ പകുതി മാർക്ക് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി മനസ്സിലാക്കി വെക്കേണ്ട ഒരു പോയിന്റ്, ഒരു ചോദ്യ പേപ്പറിൽ ചോദിച്ചൊരു ചോദ്യമാണ്. 7% അസറ്റിക് ആസിഡ് ഉള്ള ലായനിയുടെ പേരെന്താണെന്ന്. നമ്മൾ അടുക്കളയിൽ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞു. അപ്പം എന്താണത്? വിനാഗിരി. നമുക്കറിയാം അല്ലേ, സുർക്ക നമ്മൾ പറയാറില്ലേ, അതാണ് നമ്മുടെ ചോദ്യം. 7% അസറ്റിക് ആസിഡ് അടങ്ങിയ ജലീയ ലായനിയാണ് അടുക്കളയിൽ ഉപയോഗിക്കുന്ന വിനാഗിരി. അതൊരു ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അപ്പോൾ അതെന്ത് ചെയ്യാം? ഓരോ ഇങ്ങനത്തെ ചെറിയ പെട്ടിയിലും ബോക്സിലും ഒക്കെ ആക്കി വെക്കുന്ന നമ്മുടെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യാതെ പോവരുത്. ഇനി ചതുപ്പ് നിലത്തിലും ചെളിപ്രദേശത്തിലും ഊറൽ മണ്ണിലും ഒക്കെയാണ് മീഥെയ്ൻ എന്ന വാതകം ഉള്ളത്. അപ്പം മീഥെയ്ൻ എവിടെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ചതുപ്പ് നിലത്തിലും ചെളിപ്രദേശത്തിലും ഊറൽ മണ്ണിലും കാണും. പിന്നെ അതിന് പറയുന്ന വേറൊരു പേരാണ് മാർഷ് ഗ്യാസ്. അതുകൊണ്ട് ചതുപ്പ് നിലത്തിലൊക്കെ കാണുന്നതുകൊണ്ട് അതിനെ മാർഷ് ഗ്യാസ് എന്ന് വിളിക്കും. നമ്മുടെ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളിലും ആരെ കാണുന്നുണ്ട്? നമ്മുടെ മീഥെയ്ൻ എന്നുള്ള വാതകത്തെ കാണുന്നുണ്ട് എന്നുള്ള പോയിന്റും മനസ്സിലാക്കി വെക്കുക. മീഥെയ്നെ കുറിച്ച് ഒരു തവണ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ. അതുകൊണ്ടാണ് ഇതിൻ്റെ കാര്യം നമ്മൾ എടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം വായിച്ചു നോക്കുക. മീഥെയ്ൻ വാതകത്തിൻ്റെ മറ്റൊരു ഉറവിടം പെട്രോളിയമാണ്. അപ്പോൾ പെട്രോളിയം അതിൻ്റെ ഒരു ഉറവിടമാണ്. പ്രകൃതിവാതകത്തിൽ നമ്മൾ 50-90% മീഥെയ്ൻ ഉണ്ട്. പിന്നെ ബാക്കി 10% ഈഥെയ്നും പ്രൊപ്പൈനും ബ്യൂട്ടൈനും ആണ് ഉള്ളത്. ഈ വാതകങ്ങളാണ് ഉള്ളത്. ഇതിൽ പ്രൊപ്പൈനും ബ്യൂട്ടൈനും മർദ്ദം കൂടിയ ദ്രവീകരിക്കാൻ കഴിയും. മേൽപ്പറഞ്ഞ 4 വാതകങ്ങളും പ്രത്യേകിച്ച് ഗന്ധമൊന്നും ഇല്ലാത്തവയാണ്. വീടുകളിൽ നമ്മൾ പാചകത്തിനായി ഉപയോഗിക്കുന്ന LPG എന്ന് പറയുന്നത് ഉയർന്ന മർദ്ദത്തിലുള്ള ദ്രാവക രൂപത്തിലാക്കിയ പ്രൊപ്പൈനും ബ്യൂട്ടൈനും. അപ്പം ഏതാണ് നമ്മുടെ LPG ഉപയോഗിക്കുന്ന മിശ്രിതം എന്ന് ചോദിച്ചാൽ പ്രൊപ്പൈനും ബ്യൂട്ടൈനും ആണെന്നുള്ള പോയിന്റ് കൂടെ നമുക്ക് ഈ ഒരു സംഭവത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. പ്രൊപ്പൈനും ബ്യൂട്ടൈനും ചേർന്നാണ് LPG ഉണ്ടാകുന്നത് കേട്ടോ. അപ്പം ആ ഒരു സംഭവം ഉണ്ട്. അപ്പം ഇത്തരം സിലിണ്ടറുകളിലെ വാതക ചോർച്ച നമുക്ക് മനസ്സിലാക്കാനായിട്ട് അവിടെ രൂക്ഷഗന്ധമുള്ള 2 സാധനങ്ങൾ ചേർക്കും. ഒന്ന് തയോഫിനാണ്, ഒന്ന് ഈഥൈൽ മെർക്കാപ്റ്റൻ. അപ്പോൾ ഈഥൈൽ മെർക്കാപ്റ്റൻ ആണ് മെയിനായിട്ട് പറയുക. ഈഥൈൽ മെർക്കാപ്റ്റൻ്റെ മണമാണ് നമ്മൾ ഗ്യാസ് തുറന്നുണ്ടോ, ഗ്യാസ് മണക്കുണ്ടല്ലോ, നമുക്ക് അടുക്കളയിൽ നിന്ന് ഇങ്ങനെ വിളിച്ച് പറയുമല്ലോ നമ്മൾ ഗ്യാസ് മണക്കുണ്ടല്ലോ. അപ്പോൾ അതെന്താണ് ഗ്യാസ് മണക്കേണ്ടത്? ഈഥൈൽ മെർക്കാപ്റ്റൻ്റെ മണമായിരിക്കും അവിടെ ഉണ്ടതെന്ന് എന്ത് ചെയ്യുക? ആലോചിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അത്രയുള്ള നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ. അപ്പോൾ അതും കഴിഞ്ഞു അല്ലേ. മീഥെയ്ൻ്റെ കാര്യം പറഞ്ഞു, ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞു. പേരിടുന്നത് നിങ്ങൾ പഠിച്ചു വെക്കണം. മെത്തേഡ് പ്രൊപ്പർ ബ്യൂട്ട്. പിന്നെ ഹൈഡ്രോകാർബണിൻ്റെ ഈ ഒരു പെട്ടിയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഹൈഡ്രോകാർബൺ എന്താണെന്ന് മനസ്സിലാക്കുക. ഈ ഒരു സവിശേഷത ഗുണങ്ങളും മനസ്സിലാക്കി വെക്കുക. അതാണ് മെയിനായിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. ഇനിയുള്ളത് പരിസ്ഥിതിയുടെ രസതന്ത്രം എന്ന് പറഞ്ഞ 6ാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൽ മെയിൻ ഫസ്റ്റ് പറയുന്നത് അമ്ലമഴയെക്കുറിച്ചാണ്. വ്യവസായശാലകൾ പുറത്തേക്ക് വിടുന്ന സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് തുടങ്ങിയ വാതകങ്ങൾ അന്തരീക്ഷത്തിലെ നീരാവിയുമായി ചേർന്ന് യഥാക്രമം സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡായി മാറുന്നു. അപ്പം ഈ ഒരു ആസിഡായിട്ട് മാറുന്ന ആൾക്കാരെന്ത് ചെയ്യുക?
മഴയോടൊപ്പം അത് താഴേക്ക് വരുന്നുണ്ട്. ഈ ആസിഡ് കലർന്ന മഴയോടൊപ്പം വരുന്നതുകൊണ്ട് അതിനെന്ത് പറയുന്നുണ്ട്? അമ്ലമഴ. അപ്പോൾ ആസിഡ് മഴ അല്ലെങ്കിൽ ആസിഡ് റെയിൻ എന്നൊക്കെ പറയും. അപ്പം വ്യവസായശാലകളൊക്കെ പുറത്ത് വിടുന്ന സൾഫർ ഡൈ ഓക്സൈഡും നൈട്രിക് ആസിഡും നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടാവും. ആ അന്തരീക്ഷത്തിലുള്ള ആൾക്കാർ നമ്മുടെ ഫസ്റ്റത്തെ മഴയോട് കൂടി അത് താഴേക്ക് നമ്മുടെ മഴയായിട്ട് താഴേക്ക് വരുന്നതാണ് അമ്ലമഴ. അപ്പം നമ്മളെ മുതിർന്നവരൊക്കെ പറയുമല്ലേ, ആദ്യത്തെ മഴ ഒരിക്കലും കൊള്ളരുതെന്ന്. എന്തുകൊണ്ടാണ്? ഇതുകൊണ്ടാണത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അമ്ലമഴ ഉണ്ടാകാൻ കാരണമായ വാതകങ്ങൾ ഏതായിരിക്കും എന്നാണ് ഫസ്റ്റ് ചോദ്യം ഇതിൽ നിന്ന് വരാൻ സാധ്യത ഉള്ളത്. ഏതൊക്കെയാണ്? സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഡൈ ഓക്സൈഡും. അപ്പോൾ അതെന്താണായിട്ട് മാറുക? സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും. അപ്പം അതും ആലോചിച്ച് വെക്കാം. ഇനി അതിൻ്റെ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അല്ലേ, ലോകാത്ഭുതങ്ങളിലെ ഒന്നായ താജ്മഹലിൻ്റെ ശോഭ മങ്ങുന്നതിനുള്ള പ്രധാന കാരണം എന്താണ്? അമ്ലമഴയാണ്. അപ്പം അതും കൂടെ നമ്മൾ ഈ ഒരു ഇതിൽ ആലോചിച്ച് വെക്കണം കേട്ടോ. അമ്ലമഴേൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ താജ്മഹലിനെയും കൂടി ആലോചിച്ച് വെക്കുക. താജ്മഹലിൻ്റെ ടൈൽസിൽ ഇത്തരം ഓക്സൈഡുകളുടെ പ്രവർത്തനം കാരണമാണ് ആ ടൈൽസിൽ റിയാക്ട് ചെയ്യുന്നിട്ടാണ് ആ ഒരു ശോഭ കുറയാനുള്ള കാരണം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ഓസോൺ പാളിയിലേക്കാണ് നേരെ പോകുന്നത്. അന്തരീക്ഷത്തിലെ ഓക്സിജൻ, അതായത് ദ്വയാറ്റോമിക രൂപമായ ഓക്സിജനും ത്രയോറ്റോമിക രൂപമായ ഓസോണുമായി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലേ. ഇനി ഈ അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയർ പാളിയിലാണ് ഓസോൺ രൂപപ്പെടുന്നത്. അപ്പോൾ ഓസോൺ എവിടെയാണുള്ളത്? സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുക എന്ന് ആലോചിച്ച് വെക്കുക, മനസ്സിലാക്കി വെക്കുക, ചോദിക്കും. ഓസോൺ പാളികളുടെ നാശത്തിന് കാരണമായ രാസവസ്തു ഏതാണെന്നാണ് അടുത്ത ചോദ്യം വരിക. ഏതായിരിക്കും അത്? ക്ലോറോ ഫ്ലൂറോ കാർബൺ. പഠിച്ചതല്ലേ? ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് ഓസോൺ പാളികളുടെ നാശത്തിന് കാരണമായിട്ടുള്ള രാസവസ്തു. ക്ലോറോ ഫ്ലൂറോ കാർബൺ. എല്ലാ കൊല്ലവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ CFCനെ കുറിച്ച്. അപ്പോൾ CFCനെ ഓസോൺ പാളിയിൽ എന്ത് ചോദിച്ചാലും നമുക്ക് CFC എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. സൂര്യപ്രകാശം വന്നിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുകയാണ് CFCൻ്റെ ഇതുകൊണ്ട്. അപ്പം CFC ശരിക്കും ഓസോൺ ശരിക്കും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തൊരു കുട പോലെ നിർത്തുന്ന ആളാണ്. അപ്പം നമ്മുടെ സൂര്യപ്രകാശം എന്നുള്ള UV രശ്മികളൊന്നും ഇങ്ങോട്ട് നേരിട്ട് നമ്മളെ മേലേൽക്കാതെ രക്ഷിക്കുന്ന ആളാണ് ഓസോൺ പാളി. പക്ഷേ നമ്മുടെ ഫ്രിഡ്ജിൽ നിന്നും മറ്റും ആൾക്കാരിൽ നിന്നൊക്കെ AC നിന്നൊക്കെ വരുന്ന CFCകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഓസോൺ പാളി നശിക്കാൻ വേണ്ടിയിട്ട് കാരണമാവുന്നു എന്നാണ് പറയുന്നത്. ഓസോൺ ഉള്ളത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇനി അടുത്ത പോയിന്റ് എന്താണ്? ജലമലിനീകരണത്തെ കുറിച്ചാണ് അടുത്ത പറയുന്നത്. രാഷ്ട്രത്തിൻ്റെ പൊതുസ്വത്തായ ജലം കരുതലോടെ ഉപയോഗിക്കേണ്ടതാണ് നമ്മുടെ ആവശ്യകതയാണ് അല്ലേ. ജലസ്രോതസ്സുകൾ മാലിന്യമുക്തമായി സംരക്ഷിക്കുന്നുണ്ടെന്ന് ശക്തമായ നിയമം മൂലം നമ്മൾ ഉറപ്പാക്കേണ്ടതാണ്. പിന്നെന്താണ് നമ്മൾ തടയാനുള്ള അടുത്തത് എന്താണ്? വ്യവസായശാലകളിൽ രൂപപ്പെടുന്ന മലിനജലം ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രമേ പുറത്ത് ഒഴുക്കിവിടാൻ അനുവദിക്കൂ. അത്രയും നമ്മൾ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ജൈവ കൃഷി രീതികൾ അവലംബിക്കുക. ജൈവവളങ്ങൾ, മണ്ണിര കമ്പോസ്റ്റ്, മറ്റു ജൈവ പദാർത്ഥങ്ങൾ എന്നിവ ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്യുക. അതൊക്കെയാണ് നമ്മുടെ ജലമലിനീകരണം തടയാനുള്ള സംഭവങ്ങൾ. അപ്പം നമ്മൾക്ക് അറിയുന്ന കാര്യമല്ലേ ജലമലിനീകരണം നമ്മൾ എങ്ങനെയാണ് തടയാന്നുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ വായിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. വായിച്ചില്ലെങ്കിൽ നമുക്ക് സ്വയമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. അതൊരു പൊതു ചോദ്യമാണ്. മണ്ണ് മലിനപ്പെടുന്നത് എങ്ങനെയെന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ആലോചിച്ചാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. എന്തൊക്കെയാണ് പോയിന്റ് നോക്കാം. പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് നമ്മുടെ മണ്ണ് മലിനപ്പെടും. പിന്നെന്താണ്? രാസവളങ്ങൾ കൊണ്ടിട്ട് മണ്ണ് മലിനപ്പെടും. കീടനാശിനികളുടെ ഗാർഹിക മാലിന്യങ്ങൾ കൊണ്ടിട്ട് മണ്ണ് മലിനപ്പെടും. വ്യാവസായിക മാലിന്യങ്ങൾ കൊണ്ടിട്ട് മണ്ണ് മലിനപ്പെടും. അനുബന്ധ ഉൽപ്പന്നങ്ങൾ കൊണ്ടിട്ടും അമ്ലമഴ കാരണവും ഇലക്ട്രോണിക് മാലിന്യം, ഇലക്ട്രോണിക് മാലിന്യം കാരണവും നമ്മുടെ മണ്ണ് മലിനപ്പെടുത്തും. ഇതൊക്കെ അതായത് കഴിഞ്ഞ കൊല്ലവും മറ്റ് മുൻ വർഷങ്ങളിലുമായിട്ട് 2023-ലും 2022-ലൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണ് ജലമലിനീകരണവും മണ്ണ് മലിനീകരണവും. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് രാസവളങ്ങളുടെ പ്രയോജനങ്ങളും ദോഷങ്ങളുമാണ്. അതും ഒരു കൊല്ലം കഴിഞ്ഞ കൊല്ലം തന്നെ ചോദിച്ചതാണ്. നമുക്കറിയാം NPK അനുപാതത്തിലാണ് നമ്മൾ ഇതിടുന്നത്. അതായത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം, അതാണ് NPK. രാസവളങ്ങളിൽ 20 മുതൽ 60% വരെയാണ് ഉള്ളത്. ജൈവവളങ്ങൾ ഏകദേശം 14% വരെ ഈ ആൾക്കാരുള്ളൂ. ഇനി അതിൻ്റെ പ്രയോജനങ്ങൾ എന്ന് പറഞ്ഞാൽ രാസവളങ്ങളിൽ 3 പോഷകങ്ങളും വേഗത്തിൽ കിട്ടുകയാണ് ചെയ്യുക നമ്മൾ രാസവളങ്ങൾ ചെടികൾക്ക് ഇടുമ്പോൾ. അപ്പം അതിൻ്റെ ദോഷം എന്തായിരിക്കും? അതിന് അമ്ലത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. മണ്ണിൻ്റെ ജൈവ ഘടനയിൽ മാറ്റം വരുന്നുണ്ട്. സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്നുണ്ട്. പിന്നെ ജലസ്രോതസ്സുകളെ മലിനമാക്കുകയും ചെയ്യുന്നുണ്ട്. ജൈവവളങ്ങളിലാണെങ്കിലോ 3 പോഷകങ്ങളും സാവധാനം ലഭ്യമാകും. അതായത് NPK സാവധാനമായിട്ട് ലഭിക്കുള്ളൂ. ജലം ആഗിരണം ചെയ്യപ്പെടും. പിന്നെ ജൈവഘടന മെച്ചപ്പെടുകയും ചെയ്യും. ഇനി ദോഷങ്ങൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള അനുപാതത്തിൽ NPK ഉണ്ടാവില്ല.
പിന്നെന്താണ് പോഷണങ്ങൾ ലഭ്യമാകുന്നതിൽ കാലതാമസവും ഉണ്ടാവും. അപ്പം എന്താണ് ഇതിൻ്റെ പ്രയോജനങ്ങളും ദോഷങ്ങളും എന്നാണ് മെയിനായിട്ട് നമ്മുടെ ചോദ്യങ്ങളിൽ വരാൻ സാധ്യതയുള്ള രാസവളങ്ങൾ തന്നെയായിരിക്കും ചോദിക്കാൻ സാധ്യത ഉള്ളത്. ജൈവവളങ്ങൾ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ രാസവളങ്ങളുടെ ആ ഒരു പട്ടിക പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു പോയിന്റാണ് മണ്ണിൻ്റെ ഈ ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു സംഗതിയാണ്. മണ്ണിൻ്റെ സ്വാഭാവിക pH മൂല്യം 5.5-നും 7.5-നും ഇടയിലാകുന്നതാണ് സസ്യങ്ങൾക്ക് ഗുണകരം. അപ്പോൾ സസ്യങ്ങൾക്ക് ഗുണകരമായ pH ഏതാ ചോദിച്ചാൽ എന്താ പറയുക? 5.5-നും 7.5-നും ഇടയിലാണ് മണ്ണിൻ്റെ സ്വാഭാവിക pH ഉണ്ടാകുന്നതാണ് സസ്യങ്ങൾക്ക് ഗുണകരം. ഇനി പറയുന്ന പോയിന്റ് എന്താണ്? pH മൂല്യം നിർണ്ണയിക്കുന്നത് മണ്ണിന് അമ്ലതയാണോ ക്ഷാരതയാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഏതാണ് pH എന്ന് അറിഞ്ഞാൽ നമുക്ക് മണ്ണിന് അമ്ലതയാണോ ഉള്ളത് ക്ഷാരാവസ്ഥയാണോ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ കൂടുതൽ മഴ കിട്ടുന്ന പ്രദേശങ്ങളിലും അമ്ലമഴ പെയ്യുന്ന പ്രദേശങ്ങളിലും മണ്ണിൽ അമ്ലത കൂടുതലായിട്ടാണ് കാണപ്പെടുക. ഇത്തരം അവസ്ഥയിലാണ് കുമ്മായപ്പൊടിയോ ചാരമോ മണ്ണിൽ നമ്മൾ കലർത്തുക. അപ്പോൾ കൂടുതലായിട്ട് അമ്ലമഴ അല്ലെങ്കിൽ അമ്ലത്വം ഉള്ള മണ്ണിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് കുമ്മായപ്പൊടിയോ ചാരമോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ? കുമ്മായപ്പൊടി കുറച്ച് ചാരമൊക്കെ നമ്മൾ ഇതിനൊക്കെ ഇടും, നമ്മൾ എന്തെങ്കിലും കവുങ്ങിനൊക്കെ ഇടുന്ന ഒരു കാര്യമാണ് അല്ലേ? അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യുക? ആലോചിച്ചിട്ട് നമ്മൾ ഉത്തരം എഴുതാൻ വേണ്ടി സാധിക്കുന്ന ഒരു പോയിന്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ മെയിനായിട്ട് നമ്മുടെ 6ാമത്തെ ചാപ്റ്ററിൽ. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. നമ്മുടെ താജ്മഹലിൻ്റെ കാര്യം, ഓസോൺ പാളിയുടെ കാര്യവും ജലമലിനീകരണവും മണ്ണ് മലിനീകരണവും രാസവളങ്ങളുടെയും മണ്ണിൻ്റെയും കാര്യങ്ങളുള്ളൂ മെയിനായിട്ട് പറയുന്നത്. ലാസ്റ്റുള്ള 7ാമത്തെ രസതന്ത്രം നിത്യജീവിതത്തിൽ എന്ന പാഠത്തിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. ഇതൊരു വലിയ വീഡിയോ ആയിരിക്കും കേട്ടോ. അതിപ്പോഴേ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് 7 എണ്ണം തീർക്കണമെങ്കിൽ അത്രയും ഒരു വലിയ ഇത് വേണം. ഇനി എന്ന് പറയുന്നത് നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന ചില പദാർത്ഥങ്ങളുടെ വിവരണമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിൽ മെയിനായിട്ട് നമ്മൾ അപ്പക്കാരത്തിൻ്റെയും പാറ്റഗുളികയുടെയും പ്രധാന രാസവസ്തു ഏതാണെന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച 2 ചോദ്യങ്ങൾ അതാണ്. അപ്പക്കാരത്തിൽ ഏത് രാസവസ്തുവാണുള്ളത്? ഏത് രാസവസ്തുവാണ് അപ്പക്കാരത്തിലുള്ളത്? സോഡിയം ബൈകാർബണേറ്റ്. ഇനി പാറ്റഗുളികയിൽ ഏതാണുള്ളത്? നാഫ്തലീൻ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ വായിച്ചിട്ട് എന്ത് ചെയ്യുക? എക്സാമിന് പോണതിന് മുന്നേ ഒന്ന് വായിച്ചിട്ട് പോവുക. കാരണം ഓർമ്മയിൽ നിൽക്കണം എന്നില്ല, എന്നാലും ഒന്ന് വായിച്ചിട്ട് പോവുക കേട്ടോ. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പാറ്റഗുളികയിലുണ്ടെയും അത് നാഫ്തലീനാണ്, അപ്പകാരത്തിൻ്റെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി പോകുന്നത് പ്രകാശ സംശ്ലേഷണം. കേട്ടിട്ടില്ലേ? പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡും ജലവും സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബോഹൈഡ്രേറ്റ് ആയി മാറ്റുന്ന രാസപ്രവർത്തനമാണ്. അപ്പോൾ അതാണ് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ആ റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും ചോദിക്കും, എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നതാണ്. ഈ പ്രാവശ്യവും ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് ആ റിയാക്ഷനും നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഈ റിയാക്ഷൻ നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം കേട്ടോ. ഈ ബോക്സ്, അതായത് 6 CO2 കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് 6 H2O ജലം. പ്രകാശത്തിൻ്റെ മുകളിലായ എരോൻ്റെ മുകളിൽ പ്രകാശം എന്ന് എഴുതാൻ വിട്ടുപോകരുത്. ഇതിൻ്റെ ഫലമായിട്ട് എന്താ ഉണ്ടാവുക? C6H12O6 അതായത് ഗ്ലൂക്കോസ് പ്ലസ് 6O2 അതായത് ഓക്സിജൻ. ഇതാണ് നമുക്ക് പ്രകാശ സംശ്ലേഷണത്തിലൂടെ നടക്കുന്ന പ്രക്രിയയും കിട്ടുന്ന ആളെയും അതാണെന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇനി പറയാൻ പോകുന്നത് മായം ചേർക്കലിൻ്റെ കാര്യമാണ്. അതൊരു പരീക്ഷണമാണ്. സ്റ്റാർച്ചിൻ്റെ മായം ചേർക്കൽ എങ്ങനെയാണെന്ന് നോക്കുക. സ്റ്റാർച്ചിൻ്റെ മായം കലർന്നു, അതായത് നമ്മളെ പാലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവത്തിൽ നമ്മൾ എന്ത് ചെയ്യണു? മായമായിട്ട് നമ്മൾ സ്റ്റാർച്ച് അല്ലെങ്കിൽ കഞ്ഞിവെള്ളം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പാലിനൊക്കെ കൊഴുപ്പ് കൂടാൻ നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിക്കും. അപ്പം അറിയില്ല, അപ്പോൾ ശരിക്കും അത് മായം ചേർത്തതല്ലേ? അപ്പം അങ്ങനെ മായം ചേർത്തതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു പരീക്ഷണം ചെയ്യുകയാണ്. സ്റ്റാർച്ചിൻ്റെ മായം കലർന്നു എന്ന് സംശയിക്കുന്ന വസ്തു ഒരല്പം എടുത്തിട്ട്, ഇപ്പോൾ നമ്മൾ പാലാണെങ്കിൽ പാലിൽ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് മായം ചേർത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് കുറച്ചെടുത്തിട്ട് അതിൽ ജലവുമായിട്ട് അതിങ്ങനെ കലർത്തിയിട്ട് അതിലേക്ക് 2-3 തുള്ളി അയോഡിൻ ലായനി ഒഴിക്കുക. അപ്പോൾ അതിലേക്ക് അയോഡിൻ ലായനി ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? എന്നിട്ട് കുലുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അയോഡിൻ ലായനിയുടെ ബ്രൗൺ നിറം നീല നിറമായി മാറുന്നുണ്ടെങ്കിൽ സ്റ്റാർച്ച് കലർന്നിട്ട്. അപ്പം നമ്മളെന്ത് ചെയ്യുക? കുറച്ച് മായം ചേർത്തിയ, അതായത് കുറച്ച് കഞ്ഞിവെള്ളം ചേർത്തിയ പാലെടുത്തിട്ട് ആ പാലിനെ ഒരു ബീക്കറിലേക്ക് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിൽ അയോഡിൻ ലായനി ഒഴിക്കുക. അതും നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ നോക്കുമ്പം അതിൽ ബ്രൗൺ നിറം നീല നിറമായിട്ട് മാറുമ്പം സ്റ്റാർച്ച് കലർന്നിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാവും. അപ്പോൾ അവിടെ മായം ചേർന്നിട്ടുണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാം? ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതൊരു
പരീക്ഷണമാണ് കേട്ടോ. അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ട്, അത് മുൻ വർഷം ചോദിച്ചിട്ടുണ്ട്. ഇനി പറയുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ദോഷവശങ്ങളാണ്. ഇത് നിങ്ങൾക്ക് പഠിച്ചിട്ടില്ലെങ്കിലും എന്ത് ചെയ്യാം, വെറുതെ എഴുതി ഇടാൻ പറ്റിയ ഒരു ചോദ്യമാണ് പ്ലാസ്റ്റിക്കിൻ്റെ ദോഷവശങ്ങൾ. പ്ലാസ്റ്റിക് കവറുകൾ ജലത്തെയും മണ്ണിനെയും മലിനപ്പെടുത്തും. നമുക്കറിയാം, ഇത്തരം കവറുകൾ നിർമ്മിക്കുന്നതിന് പദാർത്ഥത്തിൻ്റെ മാത്രമല്ല ഊർജ്ജത്തിൻ്റെ ഉപയോഗവും വളരെ കൂടുതലാണ്. ശരിയാണ്. പ്ലാസ്റ്റിക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സംസ്കൃത പദാർത്ഥങ്ങൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. ശരി, അതും നമുക്കറിയാം. തന്മൂലം പെട്രോളിയം ശേഖരം അതിവേഗം കുറയുന്നു. അപ്പം പ്ലാസ്റ്റിക്കുകൾക്ക് വിഘടന സാധ്യത കുറവാണ്. അപ്പം വിഘടിക്കാൻ കുറച്ച് കാലതാമസം എടുക്കും. നമ്മൾ വെറുതെ ഒരു പ്ലാസ്റ്റിക് കവർ നമ്മുടെ മണ്ണിലിട്ടാൽ കുറേ കഴിഞ്ഞാലേ അത് വിഘടിക്കുള്ളൂ. അവ ചെറു കഷ്ണങ്ങളായി മാറി ഒടുവിൽ ജലാശയങ്ങളിൽ കടന്നു മത്സ്യങ്ങൾക്കും മറ്റു ജീവികൾക്കും ഭീഷണിയാവുന്നു. അപ്പം ഈ ചെറിയ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ നമ്മുടെ കടലിലും മറ്റേലൊക്കെ ആകുമ്പോൾ എന്താണ്, ജീവികളൊക്കെ അത് കഴിക്കുമ്പോൾ ഇവയെ എന്താണ്, മൈക്രോ പ്ലാസ്റ്റിക് എന്നാണ് ആ ഒരു ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള പ്ലാസ്റ്റിക്കിനെ വിളിക്കുന്ന പേര്. അപ്പം അതൊക്കെ എന്താണ്, വളരെ ഭീഷണിയാണ് ആ ജീവികൾക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പം അതൊക്കെ അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ദോഷവശങ്ങളാണ്. ഇനി അപകടകരമായ ഇരുമ്പ്, ചെറിയ പ്ലാസ്റ്റിക് കണങ്ങൾ, രാസവസ്തുക്കളും ആഹാരത്തിലൂടെ മനുഷ്യരിലേക്കും മൃഗങ്ങളിലേക്കും കടക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് വസ്തുക്കൾ പുനരുപയോഗം ചെയ്യുന്നത് സാമ്പത്തികമായി ലാഭകരമല്ലാത്തതിനാലാണ് പൊതുവെ പുനരുപയോഗത്തിന് താല്പര്യം കുറവായത്. പിന്നെ നമ്മുടെ ചുറ്റുപാടുകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അലക്ഷ്യമായിട്ട് കിടക്കുന്നതുകൊണ്ട് പരിസ്ഥിതി സൗന്ദര്യവും നമുക്ക് ഇല്ലാതാവുന്നുണ്ട്. അപ്പം പ്ലാസ്റ്റിക്കിൻ്റെ ദോഷവശങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ വെറുതെ നമ്മൾ ആലോചിച്ച് നമ്മുടെ ഒരു കോമൺ സെൻസിൽ എഴുതാൻ പറ്റിയ ഒരു പോയിന്റാണ് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ദൂഷ്യവശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ കെമിസ്ട്രിയിലുള്ള ചോദ്യ പേപ്പറിൽ ചോദിച്ച് കണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കെമിസ്ട്രിയുടെ ഒറ്റമൂലി അത്രയേ ഉള്ളൂ. കുറച്ച് വലിയ വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇരുന്ന് കണ്ട് പഠിക്കുക. ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോക്സുകൾ, പട്ടികകളൊക്കെ നോക്കി പഠിച്ചു പോയാൽ നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കെമിസ്ട്രിയിൽ രക്ഷപ്പെടും. കെമിസ്ട്രിയിൽ മാർക്ക് എന്തായാലും നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത്രയെങ്കിലും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ച് കേട്ട് പോയാൽ 20 മാർക്ക് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നിങ്ങൾ പാസ്സായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കൂടെ കൂടുക, നല്ലപോലെ എക്സാമിന് വേണ്ടി പഠിച്ച് നല്ല മാർക്ക് നേടുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ്.